വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിലെ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്തൃദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, വിശേഷിച്ച് ദൂരെ സ്ഥലങ്ങളിലിരിക്കുന്നവർക്ക് കാണുവാനും കേൾക്കുവാനും ഉതകത്തക്ക വിധത്തിൽ ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഓൺലൈനിൽ ഇപ്പോൾ നമ്മോടുകൂടെ വിവിധ ഇടങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ബഹുമാനരായി പ്രിയപ്പെട്ടവർ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഏവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ജോഷുവ പാസ്റ്റർ ശുശ്രൂഷ തികച്ച് അക്കരനാട്ടിൽ പോയി. കർത്താവിൻ്റെ ദാസി തലമുറകൾ, പ്രിയപ്പെട്ടവർ, ഈ ശുശ്രൂഷകൾ ആമേൻ പിന്നെയും ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവം അവരെ അനുഗ്രഹിക്കുകയും ആയുസ്സും ദീർഘായുസ്സും ഒക്കെ കൊടുത്ത് ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വലിയൊരു ദാസൻ ഷാജൂസ് ജോസഫ് അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ ഓർപ്പിച്ചതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല. മാന്യ കർത്തൃദാസനും വിശേഷിച്ച് നന്ദിയും വന്ദനവും ചൊല്ലുന്നു. ഈ പച്ചനെ നേരത്തെ മുതലേ അറിയാം. ഈ പച്ചൻ്റെ അപ്പച്ചൻ യോനാജനെ അറിയാം. അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു പിതാവായിരുന്നു. അദ്ദേഹം കടന്നുപോയി. ആ ഭവനവുമായിട്ട് ആത്മീക ബന്ധമുണ്ട്. മണിപ്പാസ്റ്റർ കാവാലത്ത് ഏറെ വർഷം പ്രവർത്തിച്ചതാണ്. ഇപ്പോഴല്ല, 15 കൊല്ലം മുമ്പ്. അപ്പം അന്ന് മുതൽ അദ്ദേഹത്തെ അറിയാം. അങ്ങനെയുള്ള ആത്മീക ബന്ധങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി മറ്റ് മുഖവരകളൊന്നും പറയുന്നില്ല. എല്ലാ കർത്തൃദാസന്മാർക്കും നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് പ്രസംഗിക്കാനാണ് ഒരുങ്ങിയതും നോട്ട് ചെയ്ത് കൊണ്ടുവന്നത്. എന്നാൽ ഇന്നത് പറയുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ദിവസങ്ങളിൽ എന്നെ മതിച്ച ഒരു വാക്യം, അത് ഞാൻ ചർച്ചിലും ആ കാര്യം ഓർപ്പിച്ചു. ഒന്ന് വായിക്കാം. അതിൽ നിന്ന് ചില കാര്യങ്ങൾ ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി, അതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം എന്നുള്ള വിഷയം പ്രസംഗിക്കണമെന്ന് ഞാൻ ചിന്തിച്ചുവെങ്കിലും ഇത് സെൻറ്ററിൻ്റെ കൺവെൻഷനാണ്. കൂടിയിരിക്കുന്നതെല്ലാം ദൈവമക്കളുമാണ്. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസന്മാർ കൊണ്ട്, വെളിയിലല്ല യോഗം, ഇതിനകത്താണ്. അപ്പം ആ നിലയിലായതുകൊണ്ട് നമുക്ക് വേറൊരു വാക്യം വായിക്കാം. ദൈവത്തിൻ്റെ മഹത്വം. പരിചിതമായ 1-2 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള തിരുവെഴുത്ത് ഒരാൾ മൈക്കിൽ കൂടെ ക്രമത്താലെ വായിച്ച് സഹായിക്കണമെന്ന് കർത്തൃനാമത്തിൽ അപേക്ഷിക്കുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള തിരുവെഴുത്തുകൾ വായിച്ചാട്ടെ ദൈവദാസൻ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടക്കുവാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടുത്തിയിരുവീൻ. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന ഏവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം നൽകണം. പുത്രനെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള തിരുവെഴുത്താണ്. എഫേസ്യ ലേഖനത്തിലെ ക്ലാസ് എടുത്ത ആളാണ് ഷാജൂസ് ജോസഫ് അവറുകൾ. മറ്റ് ഈ പച്ചനും മോശമല്ല. അപ്പം ഈ സെൻറ്ററിലുള്ളവരെ ആരും മോശമല്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കൈവെക്കുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. വളരെ പരിചിതമായ തിരുവെഴുത്താണ് വായിച്ചത്.
ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവീന്. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടമില്ലതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ഇങ്ങനെ ഭർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. പുതിയ നിയമ സഭയുടെ വിശേഷിച്ച് എൻ്റെ ഭാഷ പറഞ്ഞ പെന്തിക്കോസ് ഉപദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഈ കണ്ണികയ്ക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ആത്മനിറവ്. അവിടെ ഒരു പദമുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി. ആ ഭാഗമൊന്നും ഞാൻ ഇന്ന് പറയുന്നില്ല, ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് 16-ാം വാക്യമാണ്. വായിച്ചു 16. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്ട്. പാരിതിൽ പാതങ്ങി ആമന്നിക്കായി നീ പാരിതിൽ പാതങ്ങി ആമന്നിക്കായി നീ പാരിതിൽ പാതങ്ങി ആമന്നിക്കായി നീ. പാതങ്ങി ആമനി കായിനി പരമ പവനോ അതിനെ വെടിഞ്ഞ പരമ പവനോ അതിനെ വെടിഞ്ഞ പരമ ഭവനോ അതിനെ വെടിഞ്ഞ കരുണയൊരു പൊഴുതറിവതിൽ ഇടരുവതിൽ അരുളിന കരുണയൊരു പൊഴുതറിവതിൽ ഇടരുവതിൽ അരുളിന കരുണയോടു പൊഴുതറിവതി നിടരുവതി അരുളിന കരുണയോടു പൊഴുതറിവതി നിടരുവതി അരുളിന. കാരണമ തുതമ ചരണമ മമ ചരണമ തവ പരണമ പരമ കരുണ രസന ജയോ പരമ കരുണ രസന ജയോ പരമ ആപികൾ
നാവിൽ വന്നാകയാൽ നാദനിൽ ആവിയൻ നാവിൽ വന്നാകയാൽ നാവിയൻ നാവിൽ വന്നാകയാൽ നവമായി ഉദിക്കും സ്തുതികൾ ധ്വനിക്കും നവമായി ഉദിക്കും സ്തുതികൾ ധ്വനിക്കും നവമായി ഉദിക്കും സ്തുതികൾ ധ്വനിക്കും നല്ല മുടകമുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ നല്ല മുടകമുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ നല്ല മുടകമുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ നല്ല മുടകമുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ നല്ല മുടകമുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ കല്ലിത്ത ചുണ്ടമികമരുവിടും തവ മുഴുവിടും ദയപെരുമിടും ഒരു പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വരെയുള്ള തിരുവെടുത്താണ് വായിച്ചത്. എന്നിരുന്നാലും ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് 16-ാം വാക്യമാണ്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ്യ ലേഖനം. പൗലോസിന്റെ ഈടുറ്റ 2 പ്രാർത്ഥന ഈ ലേഖനത്തിലാണ്. 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയും 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയും. ഈ ലേഖനത്തിൽ നിരവധി വിശേഷമായ കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തി. എങ്കിലും ഞാൻ സാധാരണ പറയാറുണ്ട്, 6 അധ്യായം പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു.
നമ്മുടെ ഇരിപ്പും പാവം കണ്ടാൽ നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തത് പോലെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഇരുന്നാൽ മതി, 9 യോഗം നിർത്തും. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാ. നമ്മുടെ കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. അറിയാമല്ലോ, അത് അറിഞ്ഞാൽ മതി. ഇപ്പൊ ചെന്നുള്ള ഒരു ആശ്വാസമാ, പൂരിപ്പിച്ചോളുമല്ലോ. പിന്നെ പുള്ളി പോലെ പൂരിപ്പേരുകാരനാ നമ്മുടെ ആളാ. അവനാച്ച നല്ല മനുഷ്യനായിരുന്നു. അപ്പോഴേ 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. 1:4 നമുക്ക് മനപ്പാഠമാണ്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം ദത്തെടുത്തു. അപ്പൊ താനോട്ട് പഠിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, മുൻനിയമനം, നൽവര, വച്ചാരം, അവകാശം, മുദ്ര, അനുഗ്രഹം, ഏതാണ്ട് 10 കൂട്ടം കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 15-ാം വാക്യം മുതൽ പ്രാർത്ഥന. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുത്തവരെ കർത്താവ് കൈവിട്ടില്ല. ആത്മീക ഭാഷയാ, സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. ഇരിപ്പ് കണ്ടാ വെട്ടുപിടിക്കാത്തിരിക്കുന്നത് പോലെ. പഴയ കസാര മടക്കി വെച്ച പോലെ വന്നിരിക്കുക. യോഗത്തിന് വന്ന് സെൻട്രൽ കൺവെൻഷനാ, നമ്മുടെ സെൻട്രലിന്റെ കൺവെൻഷൻ അല്ലേ. സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. സ്വർഗസുഖമണുവളവും അനുഭവമാകാൻ, സ്വർഗസുഖമണുവളവും അനുഭവമാകാൻ, യോഗ്യതയിൽ ലഗതിയനി കൽപ്പവുമോർകിൽ, യോഗ്യതയിൽ ലഗതിയനി കൽപ്പവുമോർകിൽ, ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി, പാപ ശിക്ഷകൾ പോയി, ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി, പാപ ശിക്ഷകൾ പോയി, മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മകാത്ഭുതമേ കാൽവരി കാണുന്ന സ്നേഹം, ലോകത്തിൻ പാപം മകോന്നതൻ വഹിച്ചിടുന്നു, ലോകത്തിൻ പാപം സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം, മകോന്നതൻ വഹിച്ചിടുന്നു, ലോകത്തിൻ പാപം സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്റെ കണ്ണു മുമ്പിൽ ഇരിക്കണേ, എനിക്ക് കാണണം. അപ്പൊ ശ്രദ്ധിക്കുക, എന്നെ കണ്ടോണ്ടിരിക്കണം കേട്ടോ. തള്ള പറഞ്ഞ ആരെയും കാണണ്ടെന്നാ ഇല്ലയോ? അവർക്ക് എന്നെ പോലുള്ളവരൊന്നും എനിക്ക് കാണണം അവിടെ നിൽക്കും. അപ്പൊ എന്തായാലും 2-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി എന്ന് പറഞ്ഞാൽ സ്വർഗ സന്തോഷം ഹൃദയങ്ങളിൽ നൽകി. ഒരു കാലത്ത് മരണഭീതികളും ചിത്തഭ്രമങ്ങളും ആകുലചിന്തകളും നിരാശകളും ഒക്കെ പേറി നെട്ടോട്ടമോടിയവരായി വിട്ടിരിക്കുന്ന പലരും, ആത്മീകത്തെ പ്രതീക്ഷിച്ചവർ, നാട് വിടാൻ ഒരുങ്ങിയവർ, റെയിൽവേ പാളത്തിൽ പണ്ട് 3-6 റെയിൽവേ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇല്ലെങ്കിലും അങ്ങ് താഴോട്ടിറങ്ങി ചെന്നാൽ മതി. സ്തോത്രം. അപ്പോൾ അങ്ങനെ റെയിൽവേ പാളത്തിൽ തലവെക്കുവാനും ആമൻ സ്തോത്രം എടുത്ത് കൊക്കയിലോട്ട് ചാടാനൊക്കെ ഒരുങ്ങിയവരുണ്ട്, വിഷമടിക്കാൻ ഒരുങ്ങിയവര്. എന്ന് അങ്ങനെയൊക്കെ നമ്മൾ ഒരു കാലത്ത് പാപത്തിന്റെ പിടിയിൽ, പിശാചിന്റെ പിടിയിൽ, പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഈ കാലത്തിന് വേറെ പുസ്തകം കൊടുക്കുന്നത് അജ്ഞാനകാലം, പണ്ടത്തെ കാലം, പഴയകാലം, പൂർവ്വകാലം, മുൻകാലം, അറിയായ്മയുടെ കാലം. ആ കാലത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. തെരഞ്ഞെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി എന്ന് പറഞ്ഞാൽ സ്വർഗ സന്തോഷം ഹൃദയങ്ങളിൽ തന്നു. സ്തോത്രം. ഇപ്പൊ നമുക്ക് ആനന്ദമാണ് ഇല്ലയോ? എന്റെ ഭാഷ എന്റെ ആനന്ദം ഒന്നും പറയാതിരിക്കുന്നതാ അല്ല. ഞാൻ പിന്നെ സെൻട്രൽ കൺവെൻഷൻ ആയതുകൊണ്ട് വന്ന് കുത്തിയിരിക്കുന്നേ. നോട്ടം കണ്ടിട്ട് അങ്ങനെയൊക്കെയാ തോന്നുന്നത്. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ
സ്വർഗത്തിലെത്രയോ ആനന്ദമേ, മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്തൊരാനന്ദമേ. ഈ മൺശരീരം ഉടയുന്ന നേരത്ത് പിൻശരീരം നമുക്കേകിടുമേ. ഈ മൺശരീരം ഉടയുന്ന നേരത്ത് നമുക്കേകിടുമേ. അല്പകാലം കൂടെ താമസിച്ചിടുകിൽ ആത്മപ്രിയൻ മുഖം മുത്തിടാമേ. എപ്പോഴും സന്തോഷം സന്തോഷം നൽകുന്ന ആനന്ദമേ, പരമാനന്ദമേ. അപ്പൊ എപ്പോഴും സന്തോഷമാണ് ദൈവത്തിന് മഹത്വം. അപ്പൊ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്ന് പറഞ്ഞാൽ ആ പറവുകളൊക്കെ തന്ന് നമ്മളെ ഇരുത്തിയിരിക്കുക. 3-ാം അധ്യായത്തിൽ അങ്ങനെ ഇരിക്കുന്നവർക്ക് അപ്രമേയ ധനത്തെ വെളിപ്പെടുത്തി കൊടുക്കുക. 4-ാം അധ്യായത്തിൽ ദൈവസഭയുടെ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ 4:11 മുതൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായി, ഉപദേശകന്മാരായിട്ട് നിയമിച്ചു. അത് നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വം. പിള്ളേര് കളി മാറ്റണമെന്നാ പറഞ്ഞ എൻ്റെ അർത്ഥം. വയസ്സ് 85 കഴിഞ്ഞിപ്പോഴും പാസ എന്നെ പിച്ചി, എന്നെ നോക്കി. പിള്ളേര് കളിയെല്ലാം മാറ്റി വെച്ച് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ പുള്ളി തെക്കോട്ട് തിരിഞ്ഞു പോയി. എടാ, പുള്ളി തെക്കോട്ട് തിരിഞ്ഞ് നീ വടക്ക് എന്ന് വെച്ച് പുള്ളിയെ നോക്കണം, സ്വോത്രം പറയണം. അല്ലേ എൻ്റെ മര്യാദ? നീ ഉടനെ പടിഞ്ഞാട്ട് തിരിഞ്ഞു നടന്നാൽ പടലിയും വെട്ടുകയല്ലേ? പിള്ളേര് കളിയെല്ലാം മാറ്റണമെന്ന് പുരുഷത്വം. അതാണ് 4-ാം അധ്യായത്തിൽ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ. 5-ാം അധ്യായത്തിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ആത്മനിറവാ വിഷയം, പ്രധാന വിഷയം ആത്മനിറവ്. 6-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന് ലോകാധിപതികളോട്, സ്വർലോകം കണ്ട ദുഷ്ടാത്മ സേനയോട് നമുക്ക് പോരാട്ടം. ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. 5-ാം അധ്യായത്തിൽ ആത്മനിറവ പ്രധാനപ്പെട്ട വിഷയം, അതും തൊടുന്നില്ല. 16-ാമത്തെ വാക്യമാ കുറുവാക്യം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് വല്ലാത്തൊരു കാലമാണ്, ദുഷ്കാലമാണ്. എന്നേക്കാൾ പ്രായമുള്ളവരും പരിജ്ഞാനമുള്ളവരും അറിവുള്ളവരും ജീവിതത്തിൽ ഇരുത്തം വന്നവരെന്നെ കേൾക്കുക. പണ്ടത്തെ കാലമാണോ ഇപ്പം? അല്ല, വല്ലാത്തൊരു കാലമാണ്. അന്ത്യകാല ലക്ഷണങ്ങളെ പറ്റി പുസ്തകത്തിൽ വാക്യമുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യൻ അത് തന്നെ തെളിവാന്നല്ലോ. എല്ലാവർക്കും സ്വന്തം കാര്യമാണ്. തൻ്റെ കാര്യം അഖിലം നടക്കണം, തൻ്റെ ഭാര്യയും സുതനും സുഖിക്കണം. ആഗ്രഹം അതാ. എൻ്റെ കാര്യമെല്ലാം നടക്കണം, എൻ്റെ ഭാര്യയും കൊച്ചുങ്ങളും നന്നായിട്ട് സുഖിക്കണം. അത് തെറ്റൊന്നുമല്ല, അത് നല്ല ആഗ്രഹമാണ്. അതുകൊണ്ട് തൃപ്തിപ്പെടുകയല്ല, അന്യരൊക്കെയും കിന്നരായി തീരണം. ഇതാ മനുഷ്യൻ്റെ. ആ കൊച്ചുങ്ങളെ അടക്കിയിരുത്തുകയോ അല്ലെങ്കിൽ വെളിയിലോട്ട് കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ ചെറിയ തോതിലൊന്ന് അടി കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ശാന്തമാക്കുകയോ ഒക്കെ ചെയ്യണേ. അല്ല, പരുവക്കേടാകും. ഇത് പറഞ്ഞെന്നോർത്ത് ഈ സെൻറ്റർ വിട്ട് വേണമെങ്കിൽ കൊച്ചുമായിട്ട് പോരുത്. വാ കൊച്ചാൽ നമുക്ക് 3-6 സെൻറ്ററിനെയും വേണ്ട, നമുക്ക് കമ്പിളി കണ്ട സെൻറ്ററിലോട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വല്ലാത്തൊരു കാലമാണ്, ദുഷ്കാലമാണ്. സ്വസ്നേഹികള്, വമ്പ് പറയുന്നവര്, അല്ലേ, അഹങ്കാരികള്. വമ്പ് പറയുന്നവരാ കൂടുതലും. കൺവെൻഷനൊക്കെ അല്പസമയം കൊടുത്ത സാക്ഷ്യമാണെന്ന് പറഞ്ഞ് വമ്പാ പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥലമൊന്നും പറഞ്ഞില്ല, ഒരു സ്ഥലത്ത് ചെന്നപ്പം വമ്പ് പറയുക. ഞാനങ്ങ് സ്തംഭിച്ചു പോയി. കൈവശം ഛർദ്ദിപ്പിച്ചതിനെ പറ്റി ഒരാൾ പറഞ്ഞു 60 ലിറ്ററോളം ഉണ്ടായിരുന്നെന്ന്. ഞാൻ ദൈവസന്നിധി പറയുന്ന കാര്യമാണ്, കള്ളം പറയുകയല്ല. നമ്മൾ ടാങ്കർ ലോറി പോകുമ്പോഴായിരിക്കും. ഞാൻ നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, എന്ത് വമ്പ് പറയുക. സ്ഥലവും രാജ്യവും സമയവും പേരും ഒന്നും പറയത്തില്ല. ഒരു യോഗത്തിന് ഞാനും ഉണ്ട്, പാസ്റ്റേഴ്സ് ഒത്തിരി ഉണ്ട്. ഒരാൾ വിശ്വാസത്തെ പറ്റി പ്രസംഗിച്ചു, നല്ല പ്രസംഗമാണ്. അങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ വിശ്വാസത്താൽ വേല ചെയ്തു, ഇത്ര വർഷമായി എൻ്റെ സഭയിൽ 1000 വിശ്വാസികളുണ്ട്, ഇല്ലെങ്കിൽ അനീഷ് പാസോട് ചോദിക്കാൻ. ഞാനും വെട്ടിനകത്തായി.
ഞാൻ അവൻ്റെ സഭയെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. 2 വട്ടം എണ്ണിയാൽ 500 പുറകിൽ നിന്ന് മുന്നോട്ട് മുന്നിൽ നിന്ന് പുറകോട്ട് വെണ്ണിട്ട് 500 ഞാനിവിടെ ഒരിക്കൽ ചെയ്താ പറഞ്ഞത്, 1000 പേരുണ്ട്, സംശയമുണ്ട്, പുള്ളിയോട് ചോദിക്കുക, എന്നെ വെട്ടിനകത്താക്കി വമ്പ് പറയുക. ഒരു യോഗത്തിന് ഒരു ആള് പ്രാർത്ഥിച്ചപ്പോൾ ഈ കൈയുടെ ഇവിടെ ഒരു ചെറിയ മുഴ സൗഖ്യമായി, മുഴ മാറി. ആ സംഘടനയുടെ സഭയുടെ ചില പ്രവർത്തകര് ലഘുലേഖയായിട്ട് വീടുകൾ വിസിറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ നേതാവ്, പേരൊന്നും പറയുന്നില്ല, പ്രാർത്ഥിച്ചപ്പോ എൻ്റെ ഈ കൈയുടെ ഇവിടെ കക്ഷത്തിന് താഴെയായിട്ട് ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു, മാറിയോ എന്ന് ചോദിച്ചു. ഇല്ല, ഇപ്പൊ ഇല്ല. അയ്യോ, ഇതൊരു വിടുതലിന്റെ സാക്ഷ്യമാണ്. പത്തനംതിട്ടയിൽ ഒരു മഹായോഗമുണ്ട്, സാക്ഷ്യം പറയണം. അയ്യോ, എനിക്ക് പത്തനംതിട്ട വരെ വരാൻ വണ്ടിക്കൂലി ഇല്ല. അന്നത്തെ കാലത്ത് 300 രൂപ കൊടുത്തു. ആലപ്പുഴ സൈഡാ. ഈ 300 രൂപയും വാങ്ങി നിശ്ചയിക്കപ്പെട്ട സമയത്ത് പത്തനംതിട്ട വന്നു സാക്ഷി പറയാൻ. പുള്ളി അവിടെ വന്നപ്പോൾ ലൈറ്റും സ്റ്റേജും ഇണക്കും ആളും ഭയങ്കര സെറ്റും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഠും ഠും എന്നാണ് ഇടിക്കുന്നത്. അയാൾ ആദ്യം കേൾക്കുകയും കാണുകയും ചെയ്യുക. പുള്ളി ഇത് കണ്ട് അന്തം വിട്ടുപോയി. പണ്ട് രാമപുരത്ത് വാര്യര് കുചേലവൃത്തത്തിലൊരു വരിയുണ്ട്, നിങ്ങളും പഠിച്ചതാ. പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി, പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി. പട്ടിണി കൊണ്ട് വരുവം കെട്ട് കിടന്നേ അങ്ങേര് അവിടെ ചെന്ന് പട്ടണം കണ്ടപ്പോൾ അയാളുടെ ദാഹവും വെച്ചപ്പും എല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഈ പുള്ളി ആലപ്പുഴ നിന്ന് പത്തനംതിട്ട വന്ന് ലൈറ്റ് വേണക്കും സ്റ്റേജും ഇടിപിടി കണ്ടപ്പോൾ കിളക്കം കയറി. സാക്ഷിക്ക് സമയം കൊടുത്തും പുള്ളി പറഞ്ഞു, ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ പുള്ളി പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയുള്ളൊരു മുഴ, തലേ മാസം ചെറിയ മുഴയായതാ, അത് വണ്ടിയെ കയറി പത്തനംതിട്ട വന്നപ്പം അങ്ങനെ പമ്പ് പറയുന്ന ആൾക്കാരുണ്ട്. അന്ത്യകാല ലക്ഷണത്തിൽപ്പെട്ടതാ. സ്തോത്രം. അല്ല, നമ്മുടെ ഇടയിലും അങ്ങനെയുള്ളവരുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ശുശ്രൂഷ? കത്തുകല്ലായിരുന്നു. ആര്? പണ്ട് പേരൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ ഒരു ഉപദേശം ഓടിച്ച് പുള്ളി പറഞ്ഞ് മിണ്ടാമേലെന്ന് പറഞ്ഞു. എന്നാ വരും? നാക്ക് പുള്ളി ഇരിക്കുക. അതിനാ തീയുടെ ശുശ്രൂഷയാണ്. പേരൊന്നും ഞാൻ പറയത്തില്ല, പേര് പറയത്തില്ല. തീയുടെ വൈറ്റമിന്റെ കുറവുണ്ടായിട്ട് ഇവിടെ പൊട്ടിയതാ. എന്നാ അത് പറഞ്ഞാൽ പോരെ. ഒന്നെങ്കിൽ ഇച്ചിരി തൈര് കുടിക്കുവോ, അല്ലെ വൈറ്റമിൻ ഗുളിക മരുന്നെടുക്കുന്നവരാണ്, അത് കഴിക്കുവോ? അതല്ലേ എൻ്റെ പോംപടി. അല്ലെ പഴം മേടിച്ച്. തീയുടെ ശുശ്രൂഷയാണ്. ആട്ടെ, പമ്പ് പറയരുത്. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം പെടുക, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നേ? ദൈവത്തിന് മഹത്വം. സൂക്ഷിച്ച് സംസാരിക്കണം. പറയുന്ന കാര്യത്തിൽ കൃത്യത ഉണ്ടായിരിക്കണം. പറയുന്ന കാര്യം പറഞ്ഞതാന്ന് ചെല്ലിപ്പെടുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞോ? ഇവിടെ ബോധമില്ലാത്തവൻ കയറരുത്. ഇവിടെ പറയുന്ന കാര്യത്തിന് കൃത്യത ഉണ്ടായിരിക്കണം. വമ്പ് പറയരുത്. അതെ, ആ വിഷയം വിട്ടേക്കാം. അപ്പോൾ അന്ത്യകാല ലക്ഷണങ്ങളിൽ പെട്ടതാ ഈ ദുഷ്കാലമാ. ഇത് ദുഷ്കാലമാ. ആമോസ് പറഞ്ഞിരിക്കുന്ന ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കുമെന്ന, ബുദ്ധിയോടിരിക്കണം. അത് നമുക്ക് ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. ഇത് ദുഷ്കാലമാകയാൽ സമയം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ആമൻ, വല്ലാത്തൊരു കാലത്തിലാണ് ഞാനും നിങ്ങളും വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ പറയാറുണ്ട്, എപ്പോഴും അവസരം കിട്ടിയെന്ന് വരികയല്ല, എപ്പോഴും ഒരു സന്ദർഭം ലഭിച്ചെന്ന് വരികയല്ല, എപ്പോഴും ഒരു ചാൻസ് ഒത്തെന്ന് വരികയല്ല. ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പാട്ട് പാടാൻ അവസരം കിട്ടുമ്പോൾ അത് നിനക്ക് കൃപയുണ്ടെങ്കിൽ ഉഴപ്പി പാടരുത്, നന്നായിട്ട് പാടണം. സ്തോത്രം ചെയ്യുവാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഉഴപ്പി അടിച്ച് സ്തോത്രം പറയരുത്. ആമേ, കോവൂരെ കുഞ്ഞോളച്ചമ്മ പറമ്പിലെ തടിപ്പുറത്തെ വെടി പോലെ സ്തോത്രം പറയണം. കൈയടിക്കാൻ ആക്കമുള്ളപ്പോ നീ ഉമ്മ ആമേ അളുക്കാപിളുക്കാന്നും പറഞ്ഞ് ഓണ്ടരുത്. ആമേ, കൈക്ക് ആരോഗ്യമുള്ളപ്പം കൈയടിച്ച് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആമൻ, ഹല്ലേലൂയ പറയാൻ ശബ്ദവും ആരോഗ്യവും അവസരം കിട്ടുമ്പോൾ ആമൻ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ആമൻ ദേശം നടുങ്ങണം.
അയ്യോടി വണ്ടമേടി ആ കൊച്ചന് ആന ഇങ്ങോട്ട് വന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ആന കൊച്ചരെ നോടിയിട്ട് 6 മൈൽ ചെന്ന് നിന്ന. സ്തോത്രം. അതാ ഹല്ലേലൂയ. പുഞ്ചമണ്ണി മാമൻ നടന്ന് ഇടവഴി കൂടെ വന്നപ്പോ പോത്ത് വരുന്നു. അവൻ പുഞ്ചമണ്ണി മാമൻ പറഞ്ഞു 2 വശവും കയ്യാല, മുന്നോട്ട് ഓടിയാ പോത്ത് പിടിക്കും, പുറകോട്ട് ഓടിയാ പോത്ത് ഓടി വരും. മാമൻ നിന്ന് പറഞ്ഞെന്നാ പറഞ്ഞ, കർത്താവേ പോത്ത് നിന്റെ വക, മാമനും നിന്റെ വക. ഏതായാലും ചാകാൻ പോവാ. ഹല്ലേലൂയ. പോത്ത് പുറകോട്ട് പോയെന്നുള്ളതാ. എടാ ഇതാ പെന്തിക്കോസ്തേ. നീ അന്നേരം ഇരുന്ന് പറയാ ഹോളൂ ഹോളൂ. നിന്റെ കവളിൽ നിന്നെ വെള്ളം കിടക്കുകയാണോ? അവസരം കിട്ടുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കൈ അടിക്കാൻ അവസരം കിട്ടുമ്പോൾ നന്നായി കൈയടിക്കണം. ഹല്ലേലൂയ പറയാൻ അവസരം കിട്ടിയ ഹല്ലേലൂയ പറയണം. നൃത്തം ചെയ്യാൻ നടത്തിപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റ് നൃത്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ ഞങ്ങളുടെ കൂട്ടുവേലക്കാരോടും പറയും, 10 മിനിറ്റ് കൊടുക്കുമ്പം 10 മിനിറ്റ് ഒരു മെസ്സേജ് നന്നായിട്ട് പറയണം. കോട്ടാലി തള്ള പറമ്പിൽ അന്തും ബിന്ദു എല്ലാം പറഞ്ഞേച്ച് പിന്നെ കിട്ടുകയല്ല, പിന്നെ കൊടുക്കുകയല്ല. ആൾക്കാർ പറയല്ലേ മെനക്കേടിന് കൊടുത്തേക്കരുതെന്ന് പറയും. അടി പിന്നെ പറഞ്ഞേ, എനിക്ക് ഇപ്പൊ പഴയതുപോലെ മാസയോത്തിന് സമയം നിനക്ക് തന്നതല്ലേ, അന്നേരം നീ ചപ്പളാത്തി അടിച്ചേച്ച് മൂന്നാർ സെന്ററിന്റെ കാര്യമല്ല പറഞ്ഞേ, എല്ലാ സെന്ററിന്റെയും കൂടെ കാര്യമാണ്. പിന്നെ ഇപ്പൊ മൂന്നാർ സെന്ററിൽ യോഗമായതുകൊണ്ട് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. പാടാൻ അവസരം കിട്ടുമ്പോൾ നന്നായി പാടിക്കോണം. സ്തോത്രം. പണ്ട് BG മാത്യൂസ് ഇരുന്നപ്പോൾ ഒരാൾ ഗസ്റ്റ് വന്നാൽ പറഞ്ഞു 5 മിനിറ്റ് എടുക്കാൻ. പുള്ളി പറഞ്ഞു എൻ്റെ കയ്യിൽ 5 മിനിറ്റിൻ്റെ ഇല്ലെന്ന് വെടി. അപ്പൊ സാറ് ചോദിച്ചു പിന്നെ എത്ര ഇന്ത്യ ഉള്ളത്? എൻ്റെ ഇതിൽ 75 മിനിറ്റിന്റെ വെടിയെ ഉണ്ട്. പുള്ളി പറഞ്ഞു അതിവിടെ പൊട്ടുകയല്ലെന്ന്. ഏതും പോരാത്ത കുഞ്ഞവറാച്ചന്മാരായിരിക്കുന്നേ. മിക്കവാറും പാറക്കുളത്തെ ചാമള, 12-ാം കുടി കുഞ്ഞുഞ്ഞമ്മ, പൊങ്ങന്താനത്തെ തങ്കമണി എല്ലാം പ്രവാചകിമാരാ. കരുത്തലേക്കൽ കുഞ്ഞുമോൾ, ആന്ധ്രാപ്പാന്റെ പുള്ളിക്ക് ഇതെല്ലാം അറിയാം, അതുകൊണ്ടാണ്. പാലക്കുടി കൊച്ചമ്മ, സകല എണ്ണമുണ്ട്. 5 കൊടുത്തപ്പോ 5 കൊണ്ടങ്ങ് പറഞ്ഞാൽ പോരെ. പുള്ളി പറഞ്ഞു എനിക്ക് എൻ്റെ 75 ഉള്ളെന്ന്, അതിവിടെ പൊട്ടുകയല്ലെന്ന് പറഞ്ഞു. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന് ചിലപ്പോൾ പരസ്യയോഗം നടത്തുമ്പോൾ ഒരു വാക്ക് പറയാനാ കിട്ടുന്നത്, അത് മതി. ചിലപ്പോൾ ഒന്ന് ലീഡ് ചെയ്യാൻ അവസരം കിട്ടും, മതി. നന്നായി ചെയ്തോണം, നന്നായി ചെയ്തോണം. അവൻ ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. ആമേ. നമ്മൾ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇതിനോട് അടിസ്ഥാനമായി 1-2 കാര്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാനത് ചിന്തിച്ച് ധ്യാനിച്ച് ബലപ്പെടുന്ന വിഷയമാണ്. ആമേൻ. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. എപ്പോഴും അവസരം കിട്ടുകയില്ല. കിട്ടുമ്പോൾ അത് നന്നായിട്ട് വിനിയോഗിക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അങ്ങനെ 1-2 സംഭവങ്ങൾ വചനത്തിൽ നിന്നൊന്ന് ചിന്തിച്ചേക്കാം. വായിച്ചേ പുറപ്പാട് പുസ്തകം. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, അത് എനിക്കും അറിയാം. പുറപ്പാട് 32:26 വായിച്ചു. പുറപ്പാട് 32:26 മൈക്ക് കൂടെ വായിക്കാമെങ്കിൽ കുറച്ചുകൂടെ ഉചിതമായിരിക്കും. എടുത്തവർ വായിച്ചു. മോശെ പാളയത്തിൽ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അടുത്തത് അപ്പോൾ ലേവ്യരെല്ലാവരും എന്നാറേ അവന്റെ അടുക്കൽ വന്നു. അതെ, പുതിയ ഭാഷാന്തരവാ അപ്പോൾ എന്നുള്ളതല്ലേ, കുഴപ്പമില്ല. ഈ പച്ച ഇത് എന്നാറേന്നല്ലേ? അത് കുഴപ്പമില്ല, എല്ലാ ആശയം ഒന്നാ. എന്നാലും ഒരു തമിഴ് ചോവയായതിന് എന്നാറേ. അങ്ങനെ തമിഴ് എനിക്കറിയാൻ മേലെ. തമിഴാ കുറച്ചുകൂടെ എഫക്റ്റ് മലയാളത്തെക്കാൾ. എനിക്ക് തമിഴ് അറിയാമായിരുന്ന ഞാൻ തമിഴ് തന്നെ പ്രസംഗിക്കുള്ളായിരുന്നു. ദൈവത്തിന്റെ മഹത്വം. എന്നാറേ ലേവ്യരെല്ലാരും കൂടെ അവന്റെ അടുക്കൽ വന്നു. അപ്പൊ കണ്ട് ശ്രദ്ധിക്കുക. അവൻ അവരോട് നിങ്ങൾ ഓരോരുത്തൻ താന്റെ വാളെടുത്ത് അരക്ക് കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും നടന്ന് ഓരോരുത്തൻ താന്റെ സഹോദരനെയും താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവീൻ എന്നിങ്ങനെ. റോമാലേഖനത്തിൽ വാക്യമുണ്ട്, വെറുതെ അല്ലല്ലോ വാൾ വഹിക്കുന്നത്. 50 വർഷമായിട്ട് വാളുമായിട്ട് നടക്കുക. ഇന്ന് വരോട് തന്നെ വെട്ടിയിട്ടുമില്ല. ആകെ 2 വെട്ട് വെട്ടി, അത് കൊണ്ടുമില്ല.
ഇപ്പൊ പിന്നെ പുസ്തകം എടുത്തു ഞാൻ 50 കൊല്ലമായിട്ട് നീ ആരെയും വെട്ടിയിട്ടുണ്ടോ? ആർക്കേലും കൊണ്ടിട്ടുണ്ടോ? ആകെ കൂടെ വെട്ടിയപ്പോ കൊണ്ടതാ ശ്വാസം വിടാത്ത 88 വന്നൊരുതള്ള വെട്ടിക്കൊണ്ടുവന്നതാ. തള്ള ജനലെ പിടിച്ചാ വലിക്കുന്നത്. അതിന് സ്തോത്രം പറയാൻ കൽപ്പുണ്ടോ? പ്രായമുള്ളവരും വയ്യാത്തവരും വരരുതെന്നല്ല എന്റെ വാദം. എല്ലാരും വരട്ടെ. അവിടെ വിസ്തരിക്കുന്നില്ല ദൈവത്തിന്റെ മഹത്വം. ഇവിടെ സന്ദർഭം നിങ്ങൾക്കറിയാം. മോശ പ്രമാണം വാങ്ങാൻ പർവ്വതത്തിലോട്ട് പോയപ്പോൾ യോശുവായും കൂടെ കൊണ്ടുപോയി. 24:12 മുതൽ വായിച്ചോ. പുറപ്പാട് 24:12. അഹരോനെ കൂടിനെ താഴെ നിർത്തി യോശുവായെ കൂടെ കൊണ്ടുപോയി. വായിച്ചേ. പിന്നെ 13 മുതൽ വായിച്ചോ. ഈ പച്ച അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ മോനെ ഇതിന്റെ ഓളിയോ കൂട്ടി കൊടുക്കണം. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവ എഴുന്നേറ്റു. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനാകുന്ന യോശുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. പിന്നെ അവൻ മൂപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങൾ ഭഗവതനും ഞാനും യോശുവയും കൂടെ മേപ്പോട്ട് പോവുക. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുക. തിരിച്ച് ഞങ്ങൾ വരും. വിശ്വാസമാ, ഉറപ്പാ. ഞങ്ങൾ അങ്ങോട്ട് ആ പോക്ക് ഒരു പോക്ക് പോകുകയല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അടുത്തത് ആർക്കെങ്കിലും വല്ല കാര്യോ എന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ നിലവിലൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നവരാ. പിന്നെ നിങ്ങൾ അല്ല ഈ പച്ച ഇത് പറയട്ടെ. ഈ പച്ച എനിക്കൂടെ ഒന്ന് വിടവുതാ. ആർക്കെങ്കിലും വല്ല കാര്യോ ഉണ്ടായാൽ സ്തോത്രം ഉണ്ടാകും. ഇല്ലേ നിങ്ങൾ ഉണ്ടാക്കും. പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ പിന്നെ മിടുമിടുക്കരാ ഈ ഇസ്രായേൽ മക്കളെ. ഭയങ്കര മിടുക്കരാ. അപ്പൊ ആർക്കെങ്കിലും വല്ല കാര്യോ ഉണ്ടായാൽ അവരുടെ അടുക്കൽ ചെല്ലട്ടെ. അഹരോന്റെയും ഹൂറിന്റെയും അടുക്കൽ ചെല്ലട്ടെ. അങ്ങനെ മോശയും യോശുവയുടെ പർവ്വതത്തിലോട്ട് പോയി. മോശ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ ചെന്നു. യോശുവ പർവ്വതത്തിന്റെ അടിവാരത്തിൽ പ്രത്യേക സ്ഥലത്ത് നിന്നൊക്കെയാ പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. ആയിക്കോട്ടെ, ഇനി അത് പറഞ്ഞ് ഒരു തർക്കമൊന്നും വേണ്ട. അഹരോനെയും ഹൂറിനെയും പാളയത്തിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞ് ആർക്കെങ്കിലും നിങ്ങളുടെ അരികിൽ ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവർ അഹരോന്റെയും ഹൂറിന്റെയും അടുക്കൽ ചെല്ലണം. അവരത് പരിഹരിക്കും. മോശ പോയിട്ട് കാണുന്നില്ല. ജനത്തിനിടെ ശബ്ദവും അപശബ്ദവും കുശുകുശുപ്പും അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും കുരുക്കും. ഒടുവിൽ മോശ അഹരോനോട് വന്ന് പറഞ്ഞു, പുള്ളി എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അവരാൻ പറഞ്ഞു, പുള്ളി മേളിലോട്ട് പോയിരിക്കുക. വിളിച്ചോ? ഇല്ല. മിസ് കോൾ വല്ലതും വന്നോ? ഇല്ല. വാട്സപ്പിനകത്തോ? ഇല്ല. പർവ്വതത്തിൽ കയറിയിട്ട് പിക്ചർ വല്ലതും അയച്ചു തന്നോ? വെറുതെ ചോദിച്ചു, പുള്ളി ഉണ്ടോ? അപ്പൊ അഹരോൻ പറഞ്ഞു, ആളുണ്ട്. എങ്ങനെ അറിയാം? ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങുന്നുണ്ട്, പുകയും പൊങ്ങുന്നുണ്ട്. അങ്ങനെയിരിക്കും ഒരു കുടുക്കം. നിങ്ങൾക്ക് ചെല്ലിയെ കണ്ടിട്ട് അങ്ങനെ ഗ്ലോറി. അപ്പൊ ഒരു ആശ്വാസം വിട്ടുപോയില്ലെന്ന്. എപ്പോഴും ഇല്ല. അങ്ങനെയിരിക്കുമ്പോ ഒരു ഞെട്ടലും. അപ്പൊ ഒരു ആശ്വാസം വിട്ടുപോയില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു കുടുക്കവും ഒരു പുകയും. അവരാൻ പറഞ്ഞ ആളുണ്ടെന്ന് പറഞ്ഞു. വരുമെന്നും പറഞ്ഞാ പോയത്. നേരത്തെ പറഞ്ഞു, വരുന്ന ലക്ഷണം. ഇങ്ങനെ അഭിപ്രായം പിന്നെ വന്നപ്പോൾ ജനമെല്ലാം കൂടെ പറഞ്ഞൊരു കാര്യം ചെയ്യേ, പുള്ളി വരികയോ പോകുകയോ ചെയ്യട്ടെ, ഞങ്ങളുടെ മുൻപ് നടക്കാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കണം. ഞങ്ങൾ ഈ വല്ലതും കണ്ടാലേ അങ്ങോട്ട് സ്റ്റെപ്പ് വെക്കുള്ളൂ. വരുമ്പോഴേ നോക്കും ആരൊക്കെയാ ഇരിക്കുന്നെന്ന്. സഭായത്തിന് വന്ന ജനലിൽ കൂടെ ഒരു പമ്മി നോട്ടമുണ്ട്. എൻ്റെ കസേര ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഞാൻ ഇരിക്കുന്നിടത്ത് ഏതെങ്കിലും ആരെങ്കിലും കയറി? എന്നാലും മനസ്സിലായി ഗുണമുള്ള കേസല്ലെന്ന്. ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കി തന്നെ. അഹരോൻ പറഞ്ഞു, ഞാൻ ഇവിടെ ചെന്ന് ദൈവത്തെ ഉണ്ടാക്കാനാ. പെട്ടെന്ന് ദൈവത്തെ ഉണ്ടാക്കില്ലേ, ജനമെല്ലാം വിട്ടുപോകുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം, വിസ്തരിക്കേണ്ട. അഹരോൻ പെണ്ണുങ്ങളോട് പറഞ്ഞ കുണുക്കെല്ലാം കൂടെ ഊരിക്കൊണ്ട് വരാൻ പറഞ്ഞു. ആ സഹോദരിമാരെല്ലാം കൂടെ കുണുക്കൂരി അഹരോന്റെ കയ്യിൽ കൊടുത്തു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കുത്തുളി കൊണ്ട് ഭാഷ വരുത്തി ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ വാർത്ത് അങ്ങോട്ടുണ്ടാക്കി. നല്ലൊരു വാലും
4 കാലും 2 കൊമ്പും അതിൻ്റെ ആ പള്ളി മസ്തകവും ചുണ്ടും കീറി എല്ലാം നല്ല പരുവത്തിന് പുള്ളി ഇറണം. അതിൻ്റെ കാരണം മിസ്രൈമിൽ 10 ദൈവങ്ങളിൽ ഒരു ദൈവം ആ കാള, വിശുദ്ധ കാള. അപ്പം ഈ വർഷങ്ങളായിട്ട് അവിടെ കിടന്നുകൊണ്ട് ഇത് മുഴുവൻ പുള്ളിയുടെ അകത്ത് ഇരിപ്പുണ്ട്. പിന്നെ അവിടെ ആണ്ടോടാണ്ടൊക്കെ കാളയെ തുള്ളിക്കുന്ന പുള്ളിയും കാണും, തുള്ളുന്നില്ലെങ്കിലും പുള്ളി കാണുന്നുണ്ട് ഇതെല്ലാം. അപ്പൊ അതുപോലെ ലക്ഷണമൊത്തൊരു കാളയെ അങ്ങോട്ട് വാർത്തുണ്ടാക്കി കൊടുത്തു. കാളയെ അങ്ങോട്ട് വാർത്തുണ്ടാക്കിയപ്പോൾ പൊന്നുകൊണ്ടുള്ള ദൈവമാ. വന്നവനെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ പൊന്നു ദൈവമെന്നും പറഞ്ഞ, പൊന്നുകൊണ്ടാണല്ലോ ഉണ്ടാക്കി. എൻ്റെ പൊന്നു ദൈവമേ. നാളൊരു തള്ള പറഞ്ഞു എൻ്റെ പൊന്നും കൊടുത്ത ദൈവമേന്ന്. പൊന്നു ദൈവമല്ല, പൊന്നും കൊടുത്ത ദൈവം. അത് പൊന്നും കൂടവാ. അപ്പൊ ഈ കാളയെ കണ്ട് ജനമെല്ലാം കൂടെ ഇളകി. അഹരോനവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അടുത്ത വാക്യം. അപ്പോൾ അവർ ഇസ്രായേലേ ഇത് കാളെ ചൂണ്ടിക്കോട്ട, ഇസ്രായേലേ ഇത് നിന്നെ മിസ്രൈമിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. പിന്നെ അഹരോനത് കണ്ടാറി അതിന്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതു. പിന്നെ നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം. നിങ്ങൾ ബുദ്ധി നോക്കിക്കേ. അകത്ത് കാളക്കുട്ടി, പുറത്ത് ബാനർ എന്നാന്നറിയാമോ? യഹോവയ്ക്ക് ഉത്സവം. നല്ല ബുദ്ധിയല്ലേ? ബാനറിൽ എഴുതി യഹോവയ്ക്ക്. അത് കണ്ടോണ്ട് അകത്ത് വന്നപ്പം മൂരിക്കാള. അതിന്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതെന്ന, അങ്ങനല്ലയോ? അതിന് മുൻപാകെ ഒരു യാഗപീഠം പണിതു. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അബ്രഹാം യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഇവിടെ അഹരോനോ കാളക്കുട്ടിക്കൊരു യാഗപീഠം പണിതു. കാളയെ കണ്ടിളകി. ഞാന് കോവിഡിന്റെ സമയത്ത് വെളിയിലൊന്നും ഇറങ്ങാൻ ഒക്കുന്നില്ലല്ലോ, ആരംഭ സമയത്ത്. അപ്പൊ ഞാൻ വേദപുസ്തകമൊക്കെ വായിച്ച് 1-2 വരിയൊക്കെ ഇങ്ങനെ കുറിച്ചു. കൊള്ളുകയില്ല, വലിയ മെച്ചമൊന്നുമില്ല. ഞാൻ ആരുടെ ഒന്നും മോട്ടിച്ചിട്ടില്ല. എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് 2 വരി കുറിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല. ഇത് കാളയുടെ വിഷയമായതുകൊണ്ട് പഴയ ട്യൂണിലായിട്ടേക്കുന്നത്. നമ്മുടെ ചില പാട്ടുകളുണ്ടല്ലോ, എന്ന മട്ട്, എന്ന മട്ട. അപ്പം ഞാൻ 2 വരി എഴുതി ഈ വിഷയത്തിൽ. അതാ പഴയ നാടൻ രീതിയാ. അപ്പൊ ഇങ്ങനെ എഴുതിയ വരി ഇതാ. മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോം തെയ്യാരാം. മോശയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോം തെയ്യാരാം. മോശയെ കാണാഞ്ഞു കാളയെ തീർത്തേ തകതിന്തോം തെയ്യാരാം. മോശയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോം തെയ്യാരാം. പൊൻകുണ്ണുക്കാൽ തീർത്ത പൊന്നച്ചങ്കാളെ തകതിന്തോം തെയ്യാരാ. പൊൻകുണുക്കാൽ തീർത്ത പൊന്നച്ചങ്കാളെ തകതിന്തോം തെയ്യാ. പാടാൻ നേരമില്ല, ഒത്തിരി വരിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല. അപ്പൊ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്ത് ഇവരെ കാളയുടെ മുമ്പിൽ നിന്ന് ആരാധനയും പാട്ടും വർഷിപ്പും പ്രൈസ് ആൻഡ് വർഷിപ്പും. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ. തമിഴ് ബൈബിളിൽ കളിപ്പാൻ എന്നല്ല, വിളയാടാനെന്നാ. അതാ കുറച്ചുകൂടെ നല്ലത്. എന്ത് തമിഴ് ബൈബിൾ ആരുടെ ഇല്ല? എവിടെ വായിച്ചേ? അച്ഛൻ വായിച്ചേ, പെട്ടെന്ന് വായിര്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. തമിഴിൽ എന്നാ പുറപ്പാടെന്ന് പറഞ്ഞ? യാത്രാഗമം 6. എഴുന്നേറ്റ് ഒന്ന് വായിച്ചു, എല്ലാവരും ഒന്ന് കാണട്ടെ. വിളയാടാൻ എഴുന്നേറ്റെന്ന. അതാ കുറച്ചുകൂടെ നല്ലത്. കളിക്കാനെന്നുള്ളത് അത്ര പോരാ. അതാ ഈ പച്ച കുറച്ചുകൂടെ എഫക്റ്റ്. വിളയാടാൻ എഴുന്നേറ്റ്. ഇനിയുണ്ട് വാക്യം, വായിപ്പിക്കും ഞാൻ. ഇപ്പോഴല്ലേ, ഞാൻ പറയുമ്പോ. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് വിളയാടാൻ. സഭയ്ക്കകത്ത് മുഴുവൻ വിളയാട്ടമാ. ആരാധനയ്ക്ക് വരുന്ന ദൈവത്തെ ആരാധിക്കാനല്ലേ, വിളയാടാനാ. കമ്മിറ്റി, സെക്രട്ടറി, കൗൺസില്,
കുന്തം കോടാലി, അത് വേണ്ടെന്നല്ല വാദം, അതല്ല മെയിൻ വിഷയം. ഒരാഴ്ച മുഴുവൻ നിന്നെ സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താനും ആരാധിക്കാനുമാണ്, വിളയാട്ടമല്ല. ഇത് വിളയാടാനായിട്ട് അധികം വിസ്തരിക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ആകെ വിളയാടി ആരാധനയും വർഷിപ്പും പ്രൈസ് ആൻഡ് വർഷിപ്പും പ്രോഗ്രാം എല്ലാം കൊണ്ട് ശക്തമായപ്പോൾ എൻ്റെ ഭാഷയെ പറഞ്ഞ ആരാധന മൂത്തപ്പം ഒറ്റയൊരുത്തിന് ഉടുതുണിയില്ല. 25-ാം വാക്യം മലയാളത്തിൽ വായിച്ച് ഈ പച്ച. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളയ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട്. ആ കെട്ടടിഞ്ഞെന്ന മലയാളത്തിൽ അഴിച്ചുവിട്ടെന്നും ഹാസ്യമായെന്നും കെട്ടടിഞ്ഞെന്ന തമിഴിൽ കൊടുത്തിരിക്കുന്ന നിർവാണമായി ഇരിക്കുന്നത് എന്നാ വായിച്ചേ. ജനങ്ങൾ തങ്ങൾ പകവേറുക്കൾ അപമാനപ്പെടുത്തതാകെ ആരോൻ അവർകളെ നിർവാണമായി ഇരിക്കുന്നതേ, അവർകൾ നിർവാണമായി ഇരിക്കുന്നത് മോശയെ കണ്ടെന്നാ. തെറ്റിയെങ്കിൽ ക്ഷമിക്കണമായി. എഴുന്നേറ്റ് വായി. ഒരു തമിഴിരിക്കട്ടെ, ഞാൻ അവിടുന്ന് ഇവിടം വരെ വന്നതല്ലേ, തിരുവല്ലായി. ആരോൻ അവർകളെ നിർവാണമായിരുന്നാണ്. നിർവാണമായി ഇരിക്കുന്നതേ ഈ പച്ച. നിർവാണമായി ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറെ നാളായല്ലോ മൂന്നാർ സെന്ററിൽ വന്നിട്ടേ. നിർവാണമായി അതിന്റെ പച്ച മലയാളം എന്ന് പറയാവോ? പച്ച മലയാളം. ഞാൻ പറയട്ടെ, തുണിയില്ലെന്ന്. അദ്ദേഹം കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞു, അഭിനന്ദിക്കുന്നു. എനിക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് കുറവാണല്ലോ. ഇംഗ്ലീഷിൽ നേക്കിടൊന്നും കണ്ട. അതിലങ്ങനെ വായിക്ക്, ചുമ്മാ അത് വെച്ചോണ്ടിരിക്കാതെ വായിക്കേ. ബാക്കി ഏതാണോ? 25-ാം വാക്യം പുറപ്പാട് പുസ്തകം 32-25. നേക്കിടുന്നാണോ അവിടെ കൊടുത്തേക്കുന്നേ? ഓ, കണ്ണും കാണാമേ. 25. ഇനി എന്തേലും ആട്ടെ. സ്തോത്രം. ഇതെന്താ തോണ്ടിയിരിക്കുന്നത്? അതിലെന്തുവാ? വായിച്ചു വായിക്കും. ഇംഗ്ലീഷ് 32-25 പെട്ടെന്ന് വായിച്ചു. And when Moses saw that the people were naked, മതി ദൈവത്തിന്റെ മഹത്വം. ഞാൻ പച്ച മലയാളം പറയുക, തുണിയില്ലെന്ന്. ഈ ആരാധനയും കൂട്ടായ്മയും പ്രൈസ് ആൻഡ് വർഷിപ്പും കാളയെ കൊണ്ടുള്ള ആരാധനയും കാളതുള്ളലും കൂടെ അങ്ങോട്ട് രൂക്ഷമായപ്പോൾ ഒന്ന് വിളയാട്ടം നടക്കുന്നു. 2 വിളയാട്ടം കൂടിയപ്പം ഉടുതുണിയില്ല. വിസ്തരിക്കുന്നില്ല. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. യോശുവയോട് ചോദിച്ചു, എന്താ പാളയത്തിൽ? യോശുവ പറഞ്ഞു, പ്രൈസ് ആൻഡ് വർഷിപ്പ്. പകല് പവർ കോൺഫറൻസും വൈകിട്ട് ഫയർ കോൺഫറൻസും. തീ ഇറക്കുന്ന ഒരാളെ ഞങ്ങൾ പാടാനും വിളിച്ചിട്ടുണ്ട്. തീ ശുശ്രൂഷക്കാരനെ അതല്ലേ, ആ തീ കത്തട്ടെ. ഏത് തീയാടാ? ചുമ്മാ ആ തീ കത്തിയ ഒരെണ്ണം സഭയെ കാണുകയല്ല. കത്താതിരിക്കട്ടെ. അടിച്ചു മാറ്റിയത് അള്ളയും തന്തയും പടുപെടാന്നാ മരിച്ചു വീണത്. ആ തീ കത്തിയത് ഏതാ? അനന്യാസും. പിന്നെ ആ തീ കത്താതിരിക്കട്ടെ. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ഇത് വഴിവിട്ട് ക്രമം കെട്ട് കെട്ടടിഞ്ഞെന്ന. കെട്ടില്ല, കെട്ടുമെല്ലാം പൊട്ടിച്ചു. കെട്ടടിച്ച് കെട്ട് പൊട്ടിച്ചു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിന് കയറുകൊണ്ട് കെട്ടണം. ഇത് കെട്ടും പൊട്ടിച്ച് കെട്ടടിഞ്ഞ് ഓന്നിയതുപോലെ നടക്കുക. മോശ ഇറങ്ങി വെച്ച് പറഞ്ഞു, ഇത് ആമൻ സ്തോത്രം, ദൈവത്തെ ആരാധിക്കുകയല്ല, ഇത് വഴിവിട്ട് പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുക. ഇത് കണ്ടുവച്ച് മോശ ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക വരട്ടെ. എന്റെ അടുക്കൽ. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഞാൻ യഹോവയുടെ പക്ഷത്ത് നിൽക്കുക. 30 ലക്ഷം ജനമുണ്ട്. 30 അല്ലാതെ കൂടുതലാകാനാ സാധ്യത. ആമേ. സ്ത്രീകളും കുട്ടികളും കുഞ്ഞും പെണ്ണും പിടക്കോടി എല്ലാം കൂടെ 30 അല്ല 50 അല്ലെന്നാ എന്റെ വാദം. യോടി 3 കൊച്ചുങ്ങളെ വെച്ച് കൂട്ടിയാൽ തന്നെ കണക്കാ. ആണ്ട് ഒരുത്തനെ പറ്റി എഴുതിയേക്കാൻ അവന് 70 പിള്ളേര്. യോവാശിന്റെ 70 പിള്ളേരെ കല്ലേ വെച്ച് ചതച്ചില്ലേ? പിന്നെ അയ്യോ എന്ന് വെച്ചത്
70 ആ കണക്കിന് ആ കൂട്ടുന്നെങ്കിൽ 50 ലക്ഷം അല്ല. അങ്ങനെ കൂട്ടണ്ട, ഉള്ളത് കൂട്ടിയാ മതി. അവൻ ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽക്കുക. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ ആ മോശ പറയുകയാ, ഞാൻ ആള് കൂടുന്നിടത്ത് നിൽക്കുന്നവനല്ല, ആളും ഓളോ ബഹളോ മേളോ എന്റെ വിഷയമല്ല, ഞാൻ യഹോവയുടെ പക്ഷത്ത് നിൽക്കുക. നിങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും യഹോവയുടെ പക്ഷത്ത് നിൽപ്പാൻ താല്പര്യമുള്ളെങ്കിൽ എന്റെ അടുക്ക വരാൻ പറഞ്ഞു. ചോദ്യം അങ്ങോട്ട് ഇട്ടുകൊഴിഞ്ഞപ്പോ ലേവി ചാടി കേറി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ലേവി, എന്റെ ഭാഷ പറഞ്ഞ ലേവി കണ്ണ് കാണിച്ചു, കേറി വാടാന്ന് പറഞ്ഞു. കേറി വരാൻ പറഞ്ഞു, അവസരം ദൈവം തരിക എന്ന് പറഞ്ഞു. ചാടി ഒരു കയറ്റം. കാരണം ലേവി അവസരം നോക്കിയിരിക്കാൻ. നിങ്ങൾക്കറിയാം, പണ്ട് ലേവിയെ മൂപ്പിലെ രാഗിയതാ അപ്പൻ. പിന്നെ 49 5 വായിച്ചോ, അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹചര്യത്തിന്റെ ആയുധങ്ങൾ, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതൻ, മനമേ അവരുടെ യോഗത്തിന് ചേരരുത്. മതി, അടുത്ത വായിക്കരുത്. ഇപ്പം വായിക്കരുത്. അപ്പൊ ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹചര്യത്തിന്റെ ആയുധങ്ങൾ. ഇവർ ക്ഷിപ്രകോപികളാ, എടുത്തുചാട്ടക്കാരാ, ആത്മസംയമനമില്ല. ഇവര് ക്ഷിപ്രകോപികളാ, എടുത്തുചാട്ടക്കാരാ. അത് അപ്പൻ അത് പറയാൻ കാര്യം, പണ്ട് ഇവരുടെ പെങ്ങള് അല്ല ദീനാമ്മ നാട് കാണാൻ ആടാ. ദീനാമ്മ, എനിക്ക് തോന്നുന്നു ദീനാമ്മ മോഹിനിയാട്ടത്തിന് പോയതാ. അതെ. അവളെ മോഹിനിയാട്ടത്തിന് ദീന ലേയ ജേക്കബ്, ഫുൾ നെയിം അതാ. യാക്കോബിന് ലേയായി കൂടി ജനിച്ച പെങ്കൊച്ച്, അതാ ദീന ലേയ ജേക്കബ്. ഒരു കാർഡും ഒക്കെ ഇട്ട് നമ്പർ വിട്ട് അവളെ വിട്ട്. ഏതാ? ദീന ലേയ ജേക്കബ് 18. അവള് മോഹിനിയാട്ടത്തിന് പോയി. മോഹിനിയാട്ടമാ. അതെ. എങ്ങനെയാ പോയെന്ന് 34 പോയ പ്രകൃതി എങ്ങനെയാന്ന് ഒന്ന് വായിച്ചേ. ഇവൾ എങ്ങനെയാ ഉടുത്തൊരുങ്ങി പോയത്? 3:16 ഏശയ്യാവ്. ആ പരുവത്തിന് ദീനാലയ ജേക്കബ് മോഹിനിയാട്ടത്തിന് പോയത് അന്നുണ്ടായിരുന്നെങ്കിൽ. വായിച്ചോ. മോഹിനി മതിയെ നാന്നല്ലോ. യഹോവ പിന്നെയും അരുളി ചെയ്തത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും. ഒറിജിനൽ സിയോൻ പുത്രി ദീനായ യാക്കോബിന്റെ മകളാ, മായമില്ലാത്തത് ഇവളാ. സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തുമൊക്കെ നീട്ടി എറുകണ്ണിട്ട്. അതാ അപ്പം മോഹിനിയാട്ടം തന്നെ. എറുകണ്ണിട്ട് പിന്നെ അപ്പം മോഹിനിയാട്ടം തന്നെ. തത്തി കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും തരികിട. അപ്പം മോഹിനിയാട്ടം തന്നെ. തത്തി പിന്നെ നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി. അപ്പം മോഹിനിയാട്ടം തന്നെ. ചിലമ്പൊലി കേൾപ്പിക്കുകയും പിന്നെ ഇത് നിമിത്തം സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ജോടി പിടിപ്പിക്കുക, അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കുകയും ചെയ്യുന്ന കർത്താവ് എന്നവരുടെ കാൽച്ചലമ്പരുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രകല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പൂട്ട്, തകടുകൂട്ട്, മോതിരം, ശാൽവ, ദർപ്പപടം, ക്ഷോമപടം, കർണപടം, മൂടുപടം, കല്ലാവ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഉടുത്ത് ഒരുങ്ങി കാൽച്ചിലമ്പും ഒക്കെ കിട്ടി ഇവളെ ഒരു മോഹിനിയാട്ടത്തിന് പോയി. ഇവളിങ്ങനെ ആടി വന്നപ്പം ഒരുത്തൻ മൊബൈലുമായിട്ട് കലിങ്കയിലിരിക്കുക. ആരാ? ശേഖേ. അവനെ ഇങ്ങനെ എല്ലാവരും വിട്ടോണ്ടിരിക്കുക ആൾക്കാര്. ഇങ്ങനെ എല്ലാവരും ഇവനെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടും. അന്നേരം ഇവള് മോഹിനിയാട്ടം. അവക്ക് ഈ ചുവടുവൊക്കെ വെച്ചപ്പോ ഇവന്റെ ചുവടിളകി. യവൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോ ഇവന്റെ അപ്പൻ ചോദിച്ചു, കൊച്ചേ നീ ഏത് സഭയാ? അവള് പറഞ്ഞു, ഞങ്ങൾ ബെന്തിക്കോസാണ്. നീ പിന്നിങ്ങനെ മോഹിനിയാട്ടത്തിന് പോയത്? ഞങ്ങളുടെ സഭയിൽ എല്ലാവരും മോഹിനി, എൻ്റെ അനിയത്തി കുച്ചിപ്പുടിയാന്ന് പറഞ്ഞു. ചേഴുത്തി ഉണ്ട്, അവള് തിരുവാതിരയാ.
ചുരുക്കി പറഞ്ഞാൽ അവര് പറഞ്ഞു, അയ്യോ ഒരു കാര്യം ചെയ്യേ, അപ്പച്ചനുണ്ടോ? എൻ്റെ അപ്പച്ചൻ പാസ്റ്റർ, ജേക്കബ് പാസ്റ്റർ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? എൻ്റെ ഗ്രാൻഡ് ഫാദറും പാസ്റ്റർ, ഐസക് പാസ്റ്റർ. അതിൽ വല്യപ്പൻ പാസ്റ്റർ, ഏബ്രഹാം പാസ്റ്റർ. ഓ, എല്ലാവരും പാസ്റ്റർമാരല്ലയോ? ഞാൻ എന്നാ പിന്നെ ആലോചിക്കാം. ഇവര് വന്ന് വീട്ടിൽ വന്ന് യാക്കോബിനോട് ചോദിച്ചു, പെങ്കൊച്ചെന്തിയ? അവളൊരു പ്രോഗ്രാം പോയി. ഇല്ല, വരികയല്ല, ഞങ്ങളുടെ വരയ്ക്കകത്തുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഞങ്ങളുടെ കൊച്ചെങ്ങനാ നിങ്ങളുടെ വരയ്ക്കകത്ത്? ദുഷ്കാലമാ, ദുഷ്കാലമാ, ദുഷ്കാലമാ. ചുരുക്കി പറഞ്ഞാൽ വന്നവര് മര്യാദക്കാരായതുകൊണ്ട് കല്യാണം ആലോചിച്ചു. അപ്പം പറഞ്ഞു, ഞങ്ങളെ പെന്തിക്കോസുകാരാ, സ്നാനപ്പെടാത്തവർക്ക് പെണ്ണിനെ ഉടനെ അവര് പറഞ്ഞു അവൻ സ്നാനപ്പെടാന്ന് തീരുമാനിച്ചു. അവിടെ മോഹിനിയാട്ടം കണ്ടപ്പോഴേ അവൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഉടനെ വന്നവർ പറഞ്ഞ് അവൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും സ്നാനപ്പെടുമെന്ന് പറഞ്ഞു. കൂട്ടസ്നാനം, കുസ്തന്തീനോസിന്റെ കൂട്ടസ്നാനം. ചുരുക്കി പറഞ്ഞാൽ സ്നാനപ്പെട്ടിരുന്നപ്പോൾ അപ്പന്റെ അനുമാനമില്ലാതെ ശിമയോനും ലേവിയും അപ്പനോട് ചോദിക്കാതെ, അപ്പന്റെ അനുമാനമില്ലാതെ, എന്റെ ഭാഷ പറഞ്ഞ വടിവാളെടുത്ത് വേദനപ്പെട്ടിരുന്ന ശേഖേം പൗരന്മാരെ വെട്ടിക്കൊന്നു. ഈ വിഷയത്തിൽ യാക്കോബ് പറഞ്ഞൊരു ഫലമുണ്ട്, നിങ്ങൾ എന്നെ ഈ ദേശത്ത് നാറ്റിച്ചു, എന്നെ നാറ്റിച്ചു, എന്നെ വിഷമത്തിലാക്കി. നാറ്റിച്ചെന്നൊരു പദമുണ്ട്, എന്നെ നാറ്റിച്ച് അതാ വിഷമം. പിന്നെ നമുക്ക് സഹിക്കാം, നാറ്റിക്കുന്നതാ. നിങ്ങൾ എന്നെ നാറ്റിച്ചു, വിഷമത്തിലാക്കി. നീ ആരായാലും നാറ്റിച്ചാൽ ദൈവം നിന്നെ വിടുകയില്ല. കൂട്ടുവേലക്കാരനെ, കൂട്ടു സഹോദരനെ, കൂട്ടുവിശ്വാസിയെ, സഹോദരനെ, സഹോദരിയെ നീ നാറ്റിച്ചാൽ, നീ നാറ്റിച്ചാലും നാറ്റിക്കാനുള്ളവന് കൂട്ടു നിന്നാലും നാറ്റിക്കുന്നവന് ചുക്കാൻ പിടിച്ചാലും അന്നാരം നാറും, പക്ഷെ ഒടുവിൽ നിന്നെ പിടിക്കും. സ്തോത്രം. മൂന്നാറിലിട്ട് പിടിച്ചില്ലേ, മുക്കടലിട്ട് പിടിക്കും. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നെ നാറ്റിച്ചു. അപ്പന്റെ മനസ്സിൽ ഇതുണ്ട്. ഒടുവിൽ അപ്പൻ മരിക്കുന്നതിന് മുന്നേ പറയുകയാ, ഇവന്മാര് നാറ്റിച്ചതാ രണ്ടെണ്ണം, ശിമയോനും ലേവിയും സഹോദരന്മാർ. അവരുടെ വാളുകൾ സാഗത്യത്തിന്റെ ആയുധങ്ങൾ, എന്നുള്ളവേ അവരുടെ മന്ത്രണത്തിൽ. അർത്ഥം ഇത്രയുള്ളൂ, ശിമയോനും ലേവിയും യോഗം വെച്ചാൽ ആരും പോകരുത്. നമ്മുടെ യോഗത്തിന് അവരെ വിളിക്കുകയും ചെയ്യരുത്. യോഗം കയറി ഉഴപ്പി, യോഗം കയറി മുടക്കി. പിന്നെ ലേവി യോഗം വെച്ച ഒരുത്ത മരുവേല, ലേവിയോട്ട് യോഗത്തിന് വിളിക്കുകയില്ല. ശിമയോൻ പിന്നെ അല്പം പരിവക്കേടായി. കാരണം പണ്ട് 25-ാം അധ്യായത്തില് അവന്റെ ഒരു കൊച്ചുമോളാന്നല്ലോ സിമ്രിയും ഉണ്ടല്ലോ, സിമ്രി. അവിടെ പേര് ഹോസ്പി. അപ്പൊ സിമ്രി ശിമയോൻ ഗോത്രത്തിൽപ്പെട്ടതാ. ഇവൻ ഗുണവാകുകയില്ലെന്നറിയാം. അതുകൊണ്ട് ആവർത്തനം 33-ൽ ഇവന് വലിയ കാര്യമൊന്നും മോശ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പുസ്തകം വായിക്കുന്നവർക്കറിയാം. എന്തായാലും ലേവി ഈ വിഷയത്തിൽ ഭാരപ്പെട്ടു. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ലേവി ഇങ്ങനെ സമയം നോക്കിയിരിക്കുക, തക്കത്തിൽ ഉപയോഗിക്കാൻ. ലേവിയുടെ യോഗത്തിന് ആരും വരുന്നില്ല, ലേവിയെ വിളിക്കുന്നുമില്ല. ലേവി അപ്പന്റെ കൊങ്ങായ്ക്കും പിടിച്ചില്ല, ചേട്ടന്മാരെയും പള്ളു പറഞ്ഞില്ല, സഹോദരങ്ങളോട് ഓതച്ചുമില്ല. അവൻ കുമ്പനാട് ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞില്ല, സെന്ററിലും പറഞ്ഞില്ല. അവൻ വേറെ കുരുക്കുകാരെ പോയി കണ്ടുമില്ല. എഴുതി നാറ്റിക്കാനും പറഞ്ഞു നാറ്റിക്കാനൊന്നും ഒന്നും മുതിർന്നില്ല. ലേവി ഇങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഭാഷ പറഞ്ഞാൽ ലേവി ഇങ്ങനെ പറഞ്ഞു കാണും, കർത്താവേ ഞാൻ സാഹസം ചെയ്തു, എടുത്തിയാട്ടം വന്നു, ശിമിയോനും കൂടെ കൂടിയപ്പോൾ ഞാൻ ആലോചന ചോദിക്കാതെ അപ്പനെ നാറ്റിച്ചു, എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം, എനിക്കൊരവസരം തരണം, എനിക്ക് നീ ഒരവസരം തരണം. ലേവി ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ വർഷങ്ങൾ നാളുകൾ കഴിഞ്ഞു, ദൈവത്തിന് മഹത്വ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇതാ മോശ ചോദിക്കുക, യഹോവയുടെ പക്ഷത്താരേലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കവ. അപ്പൊ ലേവി ഇങ്ങനെ ചിന്തിച്ചു, എടാ അവസരം ദൈവം ഒരുക്കിക്കൊണ്ടുവരിക. ഇതുവരെ നമ്മളെ യോഗത്തിന് വിളിക്കുന്നുമില്ല, യോഗത്തിന് കൂട്ടുന്നുമില്ല. ഇവര് നമ്മളെ ഒറ്റപ്പെടുത്തിയിരിക്കുക. ഇപ്പൊ നല്ല അവസരം ദൈവം തരിക. പറഞ്ഞു തീർന്നപ്പോഴേ ലേവി ചാടി അകത്തോട്ട് കയറി. മോശയുടെ അടുക്കൽ ലേവി കയറി വന്നേച്ച് പറഞ്ഞു, അച്ഛാ എന്നാ ചെയ്യണം? വെട്ടിക്കോളാൻ പറഞ്ഞു. ഒരറ്റം മുതൽ ഭയങ്കര ശുശ്രൂഷ, 3000 എണ്ണം. നേരത്തെ വെട്ടുകാരുന്ന 1 or 2 കൊള്ളു, അത് കൊള്ളുകയില്ലായിരുന്നു. ഇപ്പൊ അന്ന് വെട്ടിയപ്പോ 3000, ഒറ്റയടിക്ക് 3000. ഒരൊറ്റ ശുശ്രൂഷ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു.
ഈ ശുശ്രൂഷയെ പറ്റി പടയനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ ഈ വിഷയം പറഞ്ഞൊരു ഭാഗമുണ്ട്. 33:8 വായിച്ചു. അറിവുള്ള വാക്യമാ 33:8. ആവർത്തനം 33:8. ഈ വിഷയത്തെ സംബന്ധിച്ച് പടയനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ ആവർത്തന പുസ്തകം 33:8 ലേവിയെ പറ്റി പറഞ്ഞത് വായിച്ചേ. ലേവിയെ കുറിച്ച് ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത് നിന്റെ തുമ്മീമും ഊറീമും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസായിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തിങ്കൽ നീ പൊരുതുകയും ചെയ്തവന്റെ പക്കൽ തന്നെ അടുത്തത്. അവനപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവനെ കണ്ടില്ല. ലേവി മോശയിന് പറഞ്ഞു വാളെടുത്ത് വെട്ടാൻ പറഞ്ഞപ്പോൾ ലേവി വാളെടുത്തേച്ച് അപ്പനെന്നോ അമ്മയെന്നോ നോക്കിയില്ല. അവൻ സഹോദരന്മാരെന്നും നോക്കിയില്ല. സ്വന്തം മക്കളെന്നും ഓർത്തില്ല. അടുത്ത വാക്യമുണ്ട്, വചനം കാത്തെന്ന. വായിച്ചേ. നിന്റെ വചനം അവര് പ്രമാണിച്ചു. അപ്പൊ ലേവി ചെയ്തത് വചനം പ്രമാണിച്ചു, നിയമം കാത്തു. ഈ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചു. വചനം കയ്യിൽ കിട്ടിയപ്പോൾ, പ്രമാണം കിട്ടിയപ്പോൾ അപ്പനാന്നോ ഉപ്പാപ്പനാന്നോ കൊച്ചപ്പനാന്നോ അമ്മാച്ചനാന്നോ ഒന്നും നോക്കിയില്ല. പെമ്പളയാന്നോ പിള്ളാരാന്നോ അനിയനാന്നോ ഇതൊന്നും വിഷയമല്ല. മുഖം നോക്കാതെ വചനം പ്രമാണിച്ച് ലേവി വെട്ടി. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദുഷ്കാലമാ. ലേവി തക്കത്തിൽ ഉപയോഗിച്ചു. ഏറി അടിച്ചു വെട്ടിയപ്പോ തമ്പുരാൻ 2-3 അനുഗ്രഹം പറഞ്ഞു ലേവിക്ക്. അടുത്ത വാക്യം വായിച്ചു. അടുത്ത വാക്യം, അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണം ഉപദേശിക്കും. എങ്ങനെയുണ്ട് ശുശ്രൂഷ കൊടുക്കുക? ആമേൻ. ദീർഘവർഷങ്ങളായിട്ട് ശുശ്രൂഷ ഇല്ലാതിരിക്കുകയല്ലേ? നീ വചനം കാക്ക്, പ്രമാണത്ത് നിൽക്ക്. ദൈവം മടിയൊരുക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഫേസ്ബുക്കിലും കുന്തത്തിനകത്തും കോടാലിക്കകത്തും ചെന്ന് കുരുക്കൊപ്പിച്ചേച്ച് സെന്ററിലോ ലോക്കലിലോ ഉള്ള 2 പേരെ ഒന്നും ഞാൻ പറയുന്നില്ല, അവനെയും കൂടെ കൂട്ടുപിടിച്ചു പറയാ നമുക്ക് ഇയാളെ തുരത്തണം. ഇയാളെ ഇനി ഈ മൂന്നാറിൽ വെച്ച് സ്തോത്രം. ഞാൻ ആശയം പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഉണ്ടെന്നല്ല ഈ പറഞ്ഞത്. അല്ല, എന്തേലും ഉണ്ടോ ആ കാര്യവും കൂടെ ആയിരിക്കും. നീ എതിർക്കാൻ പോകരുത്, കയർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്. മാധ്യമപ്രവർത്തകരെ പിടിക്കേണ്ട. ഒരു പേര് ആർക്കും അഭിപ്രായം വേണം. മുട്ടയിലിരിക്കണം. നിന്നെ വിളിച്ചത് ദൈവമാ. ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് ദൈവമാ. എതിര് പറയാൻ പോകരുത്, മറുപടി പറയാൻ പോകരുത്, വിശദീകരിക്കാൻ പോകണ്ട, കേസിന് പോകണ്ട, കോടതിക്ക് പോകണ്ട, ആളെ കൂട്ടണ്ട, ഗുണ്ടകളെ ഇറക്കണ്ട. ചെങ്കൽച്ചൂളൊന്നും ഗുണ്ട വേണ്ട, മട്ടാഞ്ചേരിന്നും ഗുണ്ട വേണ്ട, ലോറിക്ക് കൊണ്ട് കുമ്പനാട്ട് ഗുണ്ടയെ ഇറക്കുക. ആദ്യം മുഴങ്കാലിന്മേലിരുന്ന് പ്രാർത്ഥിക്കേ. വചനം പ്രമാണിക്കുമ്പോൾ ദൈവം പറയുക, ഞാൻ നിനക്ക് ശുശ്രൂഷ ചെയ്ത് തരാൻ പോകുകയാ. ഇതുവരെ ശുശ്രൂഷ ഇല്ലാതിരുന്നതല്ലേ, ശുശ്രൂഷയുടെ വഴി അങ്ങോട്ട് തുറക്കാൻ പോകുകയാ. നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിനക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കും. ഒന്ന് ശുശ്രൂഷ തന്നെ ഏൽപ്പിക്കുന്ന. അടുത്തത് സുഗന്ധധൂപവർഗവും ശുശ്രൂഷ ഞാൻ ലേവിയെ പരമേൽപ്പിക്കുക. കാരണം ഇവൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇവന് ഞാൻ അടുത്തത് യഹോവേ അവന്റെ ധനത്തെ അങ്ങോട്ട് അനുഗ്രഹിക്കണമേ. നിങ്ങൾ എനിക്ക് വിസ്തരിച്ചാൽ കൊള്ളാന്നുണ്ട്, ധനത്തെ അനുഗ്രഹിക്കണമെന്ന്. തമ്പുരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടും മാറ്റുക, ശുശ്രൂഷയും കൊടുക്കുന്നു. കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം മടി തുറക്കുകയല്ലേ. അവന്റെ ദാനത്തെ അനുഗ്രഹിക്കണമേ. എന്റെ ഒരു അഭിപ്രായം പറയാം. 12 ഗോത്രമുണ്ട്. 12 ഇപ്പൊ രൂപേനും ശിമിയോനും ഗാദിനും നഫ്താലി ഇതൊക്കെ 100 രൂപ കിട്ടിയ ഞായറാഴ്ച പ്രമാണം അനുസരിച്ച് എത്ര കൊണ്ടുവരണം? 10. 12 പേര് 10 വെച്ച് കൊണ്ടുവരുമ്പോ ഈ പച്ചം പറ 120 കൊണ്ടുവരുന്നത് ആർക്കുള്ളതാ? ലേവിക്ക്. 100 കൊടുത്തവന് 10 കൊടുത്തവന് 100 ഉള്ളവന് പിന്നെ അവൻ എത്രയുണ്ട്? 90. ലേവിക്ക് എത്ര കിട്ടി? 120. മതിയോ? നീ പിന്നെ അവിടെ ചെന്ന് കരയുന്ന എന്തിനാ? എന്തിനു കരയുന്നു? വല്ല മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടല്ലോ. യഹോവ അവന്റെ ധനത്തെ അനുഗ്രഹിച്ചേക്കാൻ.
പിന്നെ അടുത്ത അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണം. ഇവൻ എന്ത് ചെയ്താലും പ്രസാദിച്ചോണം കേട്ടോ. ഇവൻ എന്ത് ചെയ്താലും പ്രസാദിച്ചോണം. അടുത്തത് അവന്റെ എതിരികളും അവനെ ദ്വേഷിക്കുന്നവരും. മറുവശമുണ്ട്. ഇങ്ങനൊക്കെ പ്രമാണത്തിനും അവൻ വചനത്തിനും വേർപാടിനും വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് എതിരികൾ കാണും, ദ്വേഷിക്കുന്നവർ കാണും. പക്ഷെ അടുത്ത വാക്യം, ദൈവം അവരെ ഒതുക്കിക്കോളും. നീ ഒതുക്കാൻ പോകണ്ട. ഞാനധികം വിസ്തരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. ആമൻ. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ. 3-6 സെന്ററിലുള്ള ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറയാ, അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. സമയം തക്കത്തിൽ ഉപയോഗിക്ക്. ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറയാ, 1 നിന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചു, 2 നിന്റെ ധനത്തെ അനുഗ്രഹിക്കും, 3 നിന്നെ പകയ്ക്കുന്നവരെയും ദേക്ഷിക്കുന്നവരെ ഞാൻ ഒതുക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കമ്പിവാചകം പോലെ പറഞ്ഞു തരത്താം. അടുത്തത് വിശദീകരിക്കുന്നില്ല. യെശയ്യാവ് 9:1 വായിച്ചേ. സമയം തക്കത്തിൽ ഉപയോഗിച്ചത് യെശയ്യാവ് 9:1. പെട്ടെന്ന് വായിച്ചു. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ കഷ്ടതയിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പിന്നെ അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തി. അപ്പൊ കണ്ടോ, ഹീനത വരുത്തി. സെബൂലൂനും നഫ്താലിന് ഹീനത വരുത്തി. ഈ സെബൂലൂനും നഫ്താലിയും നിങ്ങൾ പുസ്തകം പഠിക്കുമ്പോൾ ദൈവദാസന്മാർക്ക് അറിയാമല്ലോ. 1 ദാസിയുടെ മകൻ, 2 അനിഷ്ടയുടെ മകൻ. 30:7 30:19 പെട്ടെന്ന് വായിച്ചു. 37 30:19 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. റാഹേലിന്റെ ദാസി ബിൽഹാ പിന്നെയും ഗർഭം ധരിച്ച യാക്കോബിന് 2ാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എന്റെ സഹോദരിയോട് വലിയോർ പോർ വെറുതെ ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. അപ്പൊ ദാസി കൂടി ജനിച്ചതാ. 19 ലേയ പിന്നെയും ഗർഭം ധരിച്ചു. യാക്കോബിന് 6ാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും. ഞാൻ അവൻ 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബുലൂൻ. നഫ്താലി ദാസിയുടെ മകനും സെബുലൂൻ അനിഷ്ടയുടെ മകനും. മറ്റവരെല്ലാം മിടുക്കന്മാരാ. രൂബേൻ വലിയ മിടുക്കനാ, ശിമിയോനും മിടുക്കനാ, ലേവിയും മിടുക്കനാ, യഹൂദയാണ് അതിലും മിടുക്കനാ. പക്ഷെ ഈ 2 കൊച്ചുങ്ങള്, 1 ദാസിയിൽ കൂടി ജനിച്ചത്, 1 അനിഷ്ടയുടേത്. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ഇവർ 2 പേരും മറ്റവര് കൂടുമ്പോഴൊക്കെ വെച്ചിരുത്തും വർത്താനം ഒക്കെ ഉണ്ട്. ആരാ? അതല്ല, അവിടെ അതാ ഓച്ചറ കണ്ണീട. ഇവരെ ഒറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. പക്ഷേ നഫ്താലിയും സെബൂലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. വിസ്തരിച്ച് പോകേണ്ടതെങ്കിലും പോയിന്റ് മാത്രം പറയാം. നിങ്ങൾക്കറിയാം, പുതിയ പോയിന്റ് ഒന്നുമില്ല, നിങ്ങൾക്കറിയാവുന്ന പോയിന്റ് ഒക്കെ ഉള്ളൂ. നഫ്താലിയും സെബൂലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. 1 ഇവര് ഈ സീസര 900 ഇരുമ്പുരഥവുമായി യുദ്ധത്തിന് അങ്ങോട്ട് വന്നു. ഇവനെ പറ്റി പറഞ്ഞിടത്തെല്ലാം 900 ഇരുമ്പുരഥമാണ്. ഇവൻ 900 ഇരുമ്പുരഥവുമായിട്ട് യുദ്ധത്തിന് വന്ന് താഴ്വരയിൽ പരന്നപ്പോൾ സകല ആൾക്കാരും ഭയപ്പെട്ടു പോയി. യാബീന്റെ സേനാപതി സീസര എല്ലാവരും ഭയചകിതരായി വെപ്രാളപ്പെട്ടപ്പോൾ ദെബോര ദൂത് പറഞ്ഞു ബാരാക്കിനോട്, നീ യുദ്ധത്തിന് സജ്ജനാകണം. അപ്പൊ ചോദിച്ചു, ആരൊക്കെ വരും? അങ്ങനെ ചോദിച്ചപ്പോൾ നഫ്താലിയുടെയും സെബൂലൂന്റെയും 10,000 പേര് കൂടി. മിടുക്കന്മാരാരും വന്നില്ല. വരാത്തത് ആരാന്നൊക്കെ 14 മുതലുള്ള വാക്യം വായിച്ച ഈ പച്ച ന്യായാധിപന്മാർ 5:14 മുതലുള്ള തിരുവെടുത്ത് വായിച്ച് പോയതാരാ പോകാഞ്ഞതാരാന്നൊക്കെ അല്ല. 5:14 4 വിഷയോ 5 സംക്ഷിപ്ത വിവരണമാണ്. എഫ്രൈമിൽ നിന്ന് അമാലേക്കിൽ വേറുള്ളവരും ബെന്യാമീനെ നിന്റെ ജനസമൂഹത്തിൽ മാഗിയിൽ നിന്ന് നായക ദണ്ഡധാരികളും സെബൂലൂനിൽ നിന്ന് ദണ്ഡധാരികളും വന്നു. പിന്നെ ഇസ്സാഖാർ പ്രഭുക്കന്മാർ എന്ന പോലെ ബാരാക്കും ചാടി താഴ്വരയിൽ
അവനോടുകൂടെ ചാടി പുറപ്പെട്ടു. രൂപേന്റെ നീർച്ചാലുകൾക്കെതിരെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുടലോത്ത് കൊടുക്കുവാൻ നീ തൊടുത്തുകളെ കിടക്കിൽ താമസിച്ച് കിടക്കുന്നത് എന്ത്? രൂപേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി. പിന്നെ ഗിലെയാദ് യോർദാനക്കരെ പാർത്തു. ദാനെ പുള്ളിക്ക് ഷിപ്പ്യാർഡ്, മറ്റേ പുള്ളി അക്കരയിലും മെരുകയില്ല, എല്ലാ യോഗത്തിനും മെരുകയില്ല. അടുത്ത വാക്യം വായിച്ചോ. പുള്ളി യോഗത്തിന് വരും, അനക്കം ഒന്നുമില്ല. തീരാൻ നേരത്ത് ഒന്ന് കൈപൊക്കി വെച്ച് പോകും. ഹാളൂയ. എന്നാലും വന്നിരിക്കുന്നല്ല, അനങ്ങുകയല്ല. നീ നന്നായിട്ട് അനങ്ങുന്ന ഒരു ദിവസം ഉണ്ട്. വായിച്ചോ. പിന്നെ സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. അപ്പൊ സെബുലൂനും നഫ്താലിയും പ്രാണനെ ത്യജിച്ച് പോർക്കളത്തിലേക്ക് ഇറങ്ങി. സെബുലൂന്റെ നഫ്താലിയുടെയും 10,000 പേരെ കൂടെ സെലക്ട് ചെയ്ത് ദബോരയും ബാരാക്കും എല്ലാം കൂടെ താബോർ മലയുടെ മുകളിൽ കയറി, എന്റെ ഭാഷയെ പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൂത് പറഞ്ഞു, ഇവര് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇവര് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിന്റെ പ്രത്യേകത ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന യുദ്ധമാണ്. അവിടെ ഒരു വാക്യമുണ്ട്, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നെന്ന. ആമേൻ. നക്ഷത്രങ്ങൾ പൊരുതി, അവ സീസറയുമായി സുഗർദികളിൽ പൊരുതി, താനാക്കിൽ വെച്ച് മെഗിത്തോ വെള്ളത്തിനരികെ വെച്ച് പൊരുതി. വെള്ളി അങ്ങവർക്ക് കൊള്ളയായിരുന്നു. ആമേൻ. സ്തോത്രം. താഴോട്ട് പഠിക്കുക. അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആമേൻ, സെബുലൂന്റെ നഫ്താലിയുടെയും 10,000 പേര് താബോർ മലയിൽ കയറി ദൈവത്തെ ആരാധിച്ചു. ഇവര് ദൈവത്തെ ആരാധിച്ചപ്പോൾ ആരാധിച്ച ജനത്തിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്തു. അപ്പോൾ എല്ലാരും പേടിച്ചും പരുവക്കേടിൽ. രൂപേനാണെങ്കിൽ കണക്ക് കൂട്ടിയിരിക്കുക. രൂപേന്റെ നീർച്ചാലുകൾക്കരികെ പുള്ളി യോഗത്തിന് വരണമെങ്കിൽ കണക്ക് കൂട്ടും. നമ്മൾ പോയാൽ വണ്ടിക്കൂലി, നമ്മുടെ വണ്ടി എടുത്താൽ മറ്റവര് നമ്മുടെ വണ്ടിയെ കയറാൻ സാധ്യത ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ വണ്ടി എടുക്കാതിരിക്കുന്നതാ നല്ല. എല്ലാം കണക്ക് കൂട്ടല. സ്തോത്രം കഴിച്ച 10 ഇടണോ 50 ഇടേണ്ട കാര്യം ഇല്ലെല്ലാം കണക്ക് കൂട്ടല. അപ്പം മേളിരുന്ന് പുള്ളിയും കണക്ക് കൂട്ടുക. പുള്ളിയുടെ കണക്കാണ് കൃത്യമാണ്. ഇവരെല്ലാം കണക്ക് കൂട്ടുക. ഒരുത്തൻ അനങ്ങാതിരിക്കുന്നു, അനങ്ങുകയല്ല. എല്ലാ യോഗത്തിനും പുള്ളി വന്ന് ഫ്രണ്ട് സീറ്റിലിരിക്കും. സമുദ്രതീരം ഷീമാട്ടിലുണ്ടായിരുന്നു ബൊമ്മ. ഇങ്ങോട്ട് അനക്കമില്ല, ഇവിടെ ചെറിയ സ്പ്രിങ്ങാ. പുള്ളി യോഗത്തിന് വരും, അനങ്ങുന്നില്ല. ഒരുത്തൻ അന്നെ തുറമുഖക്കകത്ത്, കപ്പലുകൾ തുറമുഖത്ത്, ഷിപ്പ്യാർഡില്ല. ഒരുത്തൻ കണക്ക് കൂട്ടിയിരിക്കുക. ഇവന്മാരെല്ലാം ഇങ്ങനെ ഉഴപ്പിയപ്പോൾ നഫ്താലിയുടെ സെബുലൂന്റെയും 10,000 പേര് ആരാധിക്കാൻ പർവ്വതത്തിലോട്ട് കയറി. ദൈവം അത് കുറിച്ചു വെച്ചു. അവൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇനി മാത്രമല്ല, വർഷങ്ങൾ കഴിഞ്ഞ് ഇസ്രായേലിന്റെ മധുരഗായകനാകുന്ന 2ാമത്തെ രാജാവാകുന്ന ദാവീദ് യഹോവയുടെ പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവരിക. ആദ്യത്തെ പോക്കിന് അപാകത വന്നു, വിസ്തരിക്കേണ്ട. 2ാമത്തെ പോക്കിൽ 850 ലേവ്യരെ കൊണ്ടുപോയി. ആദ്യം വലിയ പാട്ടുകാരെ കൊണ്ടുപോയി, ഗുണം പിടിക്കാത്ത കുറെ പാട്ടുകാരാ. ബിരുദന്മാരെന്നാ എഴുതിയേക്കുന്ന. ബിരുദന്മാര് 30,000 പേരെ ബിരുദന്മാരെന്നുണ്ട് ഈ പച്ച. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല ബിരുദന്മാരുമായി, സകല ബിരുദന്മാരും 30,000 ബിരുദന്മാരെല്ലാം കൂടെ കൊണ്ടുപോയി. ഇവര് വീണ, മുരചന്തപ്പുര്, തമ്പു, കൈത്താളം, ഇലത്താളം എല്ലാം കൂടെ അടിച്ച് പെരുക്കി പാടി തുള്ളിച്ചാടി. നാഗോന്റെ കളത്തിൽ ചെന്നപ്പോ കാളയ്ക്ക് വണ്ടി എന്നാ, മന്ന എന്നാ, വടി എന്നാ, പാത്രം എന്നാ, പ്രമാണം എന്നാന്ന് മൂരിക്കാളയ്ക്കറിയാമോ? കാള ഇതെല്ലാം കൂടെ കണ്ട് വരുന്നുണ്ട്. ആ പ്രശ്നമൊന്നും ഞാൻ പറയുന്നില്ല. ഒടുവിൽ ഇത് അവൻ ഓബേദോമിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് 3 മാസം അവനെ അവന്റെ കുടുംബത്തെ ദൈവം അങ്ങനെ ഗ്രഹിച്ചു. ദാവീദ് വീട്ടിൽ പോയി പുനഃപരിശോധന നടത്തിയപ്പോൾ മനസ്സിലായി, ഇത് വണ്ടിയെ കയറ്റേണ്ടതല്ല, ഇത് തോളെ ചുമക്കേണ്ടതാ. അവനെ പിന്നീട് പാട്ടുകാരെല്ലാരെയും കൊണ്ടുപോയില്ലെങ്കിലും ഗുണം പിടിച്ച പാട്ടുകാരെ കൊണ്ടുപോയി. യെദൂഥൂൻ, ഹേമാൻ, ആസാഫ്, 850 ലേവ്യര് അവരെ അങ്ങോട്ട് കൊണ്ടുചെന്ന് ഓബേദോമിന്റെ വീട്ടിൽ നിന്ന് പെട്ടകമെടുത്ത് തോളെ വെച്ചു. ആമേ. പെട്ടകത്തിന് തണ്ട് ചെലുത്തിയിട്ടുണ്ട്. ആ തണ്ട് തോളെ വെച്ച് അവരിങ്ങനെ പെട്ടകം കൊണ്ടുവരികയാണ്.
മിടുക്കന്മാരെല്ലാം മാറി അകന്നു നിന്നപ്പോൾ പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്ന് 6 ചുവട് വെച്ചപ്പോൾ ദാവീദ് യാഗം കഴിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി പഞ്ഞിനൂലുകൊണ്ട് അങ്കി ധരിച്ച് പെട്ടകത്തിന് മുമ്പാകെ പൂർണ്ണ ശക്തിയോട് കുതിച്ച് നൃത്തം ചെയ്തു. ഇങ്ങനെ നൃത്തം ചെയ്തതിന്റെ വേറൊരു സംഭവം വായിച്ച് 68-24 മുതൽ വായിച്ചോ സങ്കീർത്തനം. ആ വരവിനെ പറ്റി ഒരു ഭാഗം എഴുതിയിരിക്കുന്നത് വായിച്ചേ. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്തെ കണ്ടു. എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിമ്പി നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. പിന്നെ ഇസ്രായേലിന്റെ ഉറവകളിൽ നിന്നുള്ളവരെ സഭായോഗങ്ങൾ നിങ്ങൾ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവീൻ. അവിടെ അവരുടെ നായകനായ ബെന്യാമീനും പിന്നെ യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും. അപ്പൊ സെബുലൂനും നഫ്താലിയല്ല, ഈ പെട്ടകം കൊണ്ടുവന്ന സന്ദർഭത്തിൽ പൂർണ്ണ ശക്തിയോടെ അവൻ ഇതിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നഫ്താലി സെബുലൂനും മുമ്പോട്ട് വന്നു. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദൈവത്തിന്റെ മകത്ത് ദെബോരയോടുള്ള യുദ്ധത്തിൽ നഫ്താലി സെബുലൂനും വന്ന് താബോർ മലയിൽ ദൈവത്തെ ആരാധിച്ചു. പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ നഫ്താലി സെബുലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ച് അവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. അധികം വിവരിക്കുന്നില്ല, വേറെ വാക്യം ചേർത്ത് കോർത്തിണക്കണം. ഈ നഫ്താലിക്കും സെബുലൂനും ഒക്കെ കൊടുത്ത സ്ഥലമാണ് പരുവക്കേട് പിടിച്ച സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, കാബൂൽ എന്നാ പറയുന്ന. കാബൂല് അതാ തിമിരമുള്ള ദേശം, ഇരുട്ടുള്ള ദേശം, അന്ധകാരമുള്ള ദേശം. കാബൂല്. അതിന്റെ ചരിത്രം പുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം. ദാവീദ് ആലയം പണിയുവാൻ ആഗ്രഹിച്ചെങ്കിലും പറഞ്ഞ് പണിയണ്ട, നിന്റെ മോൻ ശലോമോൻ പണിയും. ശലോമോൻ ഹീരാമിനോട് തടിയെല്ലാം ചോദിച്ചു. തടി നിങ്ങൾക്ക് ആ ഭാഗം അറിയാൻ വെട്ടി കൊടുത്തു. സീദോനിന് മരം മുറിക്കാൻ സമർത്ഥര. അവർ തടിയെല്ലാം വെട്ടിയപ്പം ശലോമോൻ ഹീരാമിന് പ്രതിഫലമായിട്ട് 20 പട്ടണം കൊടുത്ത് പരുവക്കേട് പട്ടണമാണ് കൊടുത്തത്. ആണ്ട 9:10 വായിച്ചോ. ഈ പച്ച രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9:10 നമുക്കറിവുള്ള വാക്യമാണ്, എങ്കിലും ഒന്ന് വായിച്ചു സഹായിച്ചാട്ട സന്ദർഭം വന്നത് കൊണ്ട്. 9:10 വലത്ത് വശത്തെ കണ്ണിക തുടങ്ങുന്നിടത്ത് 9:10 വായിച്ചു. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോനെ അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിനെ ഗലീലാദേശത്ത് 20 പട്ടണം കൊടുത്തു. 20 കൊല്ലം കൊണ്ട് പണിതപ്പോൾ പുള്ളി 20 പട്ടണം കൊടുത്തു. കൊടുത്ത പട്ടണം അത്ര നല്ല ഗുണമുള്ള പട്ടണം ഒന്നും അല്ല. ശലോമോൻ ഭയങ്കര ബുദ്ധിമാനാ. പിന്നെ ബുദ്ധിമാനാ. പണ്ട് അങ്ങനെയല്ല, സായിപ്പന്മാർ അങ്ങനെ ആയിരുന്നല്ലോ. കാട്ടിലോട്ട് ആൾക്കാർക്ക് ഇഷ്ടം പോലെ സ്ഥലം കൊടുക്കുക. ആൾക്കാർ കയറി വെട്ടിത്തെളിച്ച് നല്ല പരുവാക്കുമ്പം ഇത് തന്നെ ശലോമോൻ. നല്ല മോനാ ഇവൻ. ശലോമോൻ ഇവൻ 20 പട്ടണം കൊടുത്തു. അപ്പൊ അടുത്തത് ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ട. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണം കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. പുള്ളി സോരിൽ നിന്ന് വന്നു. സോർ നിവാസികൾ ദേശത്തിലെ ധനവാന്മാരാ, കാശുമൊക്കെയുള്ള ആളാ. പക്ഷെ വന്നു. എന്നാൽ അവന് ബോധിച്ചില്ല. അതിനതൊരു ബോധിക്കാതെ തന്നെ വായിച്ചത്. ബോധിച്ചില്ല. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ ഇതെന്നാ പട്ടണമാണ്? അതെങ്ങനെയാണോടാ കൊടുക്കുന്നത്? അടുത്തത് അവയ്ക്ക് ഇന്ന് വരെയും കാബൂൽ ദേശം. അപ്പോൾ ഇത് ഇരുണ്ട ദേശം, അന്ധകാര ദേശം, തിമിരമുള്ള ദേശം. ഈ ദേശം നഫ്താലിക്കും സെബുലൂനും ഒക്കെ കൊടുത്ത ദേശങ്ങളിൽ പെട്ടതാ. അങ്ങനെ കിടക്കുക. പക്ഷേ ഈ ദേശമൊക്കെ കിട്ടി ഇങ്ങനെയൊക്കെ പരുവക്കേടാണെങ്കിലും എൻ്റെ ഭാഷ പറഞ്ഞാൽ ദെബോരയോടുള്ള ബന്ധത്തിൽ താബോർ മലയിൽ ആരാധിക്കാൻ കയറി. പെട്ടകം കൊണ്ടുവന്നപ്പോൾ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. ഇവര് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഒറ്റ വാക്കി പറഞ്ഞ് വിടാൻ വിസ്തരിക്കണ്ട. അതുകൊണ്ട് ദൈവം ചെയ്ത പരിപാടി ഒറ്റ വാക്കി പറയാം. ഈ ദൈവത്തെ ആരാധിക്കാനും പെട്ടകത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ഇവർ ധൈര്യത്തോടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് സർവജ്ഞനായ ദൈവം അവൻ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഉലകത്തിലേക്ക് അവതരിച്ച അവൻ നസറേയനാകുന്ന യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ കന്നി പ്രസംഗം നഫ്താലിയുടെ അതിരില്ല. വായിച്ചോ. 4:12 മത്തായി 4:12.
അത് തന്നെ വായിച്ചു. യോഹന്നാൻ തടവിലായെന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രത്ത് വിട്ട് സെബൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർന്നഹൂമിൽ ചെന്ന് പാർത്തു. അടുത്തത് സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിയിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞാൽ കാബൂൾ ദേശത്തിൽപ്പെട്ട ഇരുട്ടിലും അന്ധകാരത്തിലും തിമിരത്തിലും കുരുക്കിലും കിടന്ന ദേശത്ത് ലോകരക്ഷകനാകുന്ന വെളിച്ചമാകുന്ന യേശുക്രിസ്തു പ്രകാശിപ്പാനിടയായി. ഇന്ന് രാത്രി നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിന്റെ ജീവിതത്തിലെ അന്ധകാരം മാറും, കുടുംബത്തിന്റെ അന്ധകാരം മാറും, ദേശത്തിന്റെ അന്ധകാരം മാറും, ജീവിതത്തിന്റെ അന്ധകാരം മാറും. സാക്ഷാൽ വെളിച്ചമായവൻ, സാക്ഷാൽ ദൈവമായവൻ, ഏകദൈവമായ നിത്യദൈവമായ സത്യദൈവമായ യേശുക്രിസ്തുവിന്റെ അവൻ ആദ്യത്തെ പ്രസംഗം ശുശ്രൂഷ ഈ ദേശത്താ. ദുഷ്കാലമാകയാൽ സമയം, എന്റെ വാക്കുകൾ നിർത്താൻ പോവുക. ഒന്ന്, ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. രണ്ട്, നഫ്താലിയും സെബുലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഒരു കാര്യത്തോടെ പറഞ്ഞ് നിർത്തുകയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 12:1 മുതൽ വായിച്ചേ. ഈ പച്ച ആരെങ്കിലും വായിച്ചോ? എടുത്തവര് പെട്ടെന്ന് വായിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 12:1 മുതൽ. മൈക്ക് അങ്ങോട്ട് കൊടുത്തു. അവിടെ അവനൊരു അത്താഴം ഒരുക്കി. അവിടെ അവർ അവന് വായിച്ചോ. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിലിരുന്നവരിൽ ശുശ്രൂഷ ചെയ്തെന്ന് പറഞ്ഞാൽ മാർത്ത യേശുവിനെ ഇരുത്തിയച്ച് കയറി പ്രസംഗിച്ചെന്നല്ല. യേശു അവിടെ ഇരിക്കുക, ഞാൻ 10 മിനിറ്റ് എടുക്കുക അല്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. യേശു ഇരിക്കുക, മാർത്ത കയറി വിലസുന്ന അങ്ങനെയുള്ള മാർത്തമാരുണ്ട്. പിന്നെ സ്തോത്രം. ഇപ്പോൾ സിസ്റ്റർ ശുശ്രൂഷിക്കും. ബ്രദർ ഇങ്ങനെ പമ്മി നിൽക്കുക. സിസ്റ്റർ അടിച്ച് മിന്നുക. നിൽക്കട്ടെ സിസ്റ്റർ. ഒന്നും പറയുന്നില്ല. മാർത്ത ശുശ്രൂഷിച്ചു. വായിക്ക. ലാസറോ അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി മറ്റേ തലമുടി കൊണ്ട് കാൽ തുവർത്തി എന്ന് പറഞ്ഞ മറിയ വട്ടം കണ്ടിച്ച് കിടക്കുകയല്ലെന്നായി പറഞ്ഞ എന്റെ വേറൊരർത്ഥം. ഇന്നത്തെ മിക്ക മറിയമാരും ശാരീരിക അസുഖങ്ങൾ ഉണ്ടായി ചികിത്സയ്ക്ക് വിധേയപ്പെട്ട് മുടി മുഴുവൻ നഷ്ടപ്പെട്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ കാര്യമല്ല. അങ്ങനെയുള്ളവരെ ദൈവം സൗഖ്യമാക്കി വീണ്ടും മുടി കിളുത്ത് മാന്യമായിട്ട് പോകുവാൻ ദൈവം കൃപ നൽകട്ടെ. ഒരു കുഴപ്പവും ഇല്ലാത്ത മേഴ്സി കണ്ടിച്ചേച്ചേ പറയുന്നില്ല. എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്? മറിയ തലമുടി കൊണ്ട് കാൽ തുവർത്തി. പിന്നെ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. വീട് മുഴുവൻ നിറഞ്ഞു. വീട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു, അങ്ങനല്ലേ ഈ പച്ച വായിച്ചത് യുവരാസനെ 1:1 മുതൽ 6:1 മുതൽ 12:1. യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ഇവിടെ വന്നെന്ന് പലപ്പോഴും ഇവിടെ വരും. ഇത് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് വന്നു. ലാസർ പന്തിക്ക് വിരിപ്പുണ്ട്. മാർത്ത ശുശ്രൂഷിക്കുന്നു. മറിയ ആരുടെ അനുവാദവും, എന്റെ ഭാഷ പറഞ്ഞ ആരുടെ മൂപ്പ് ചോദിക്കാതെ, അന്ത്രോപ്പനോടൊന്നും മൂപ്പ് ചോദിച്ചാൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പീറ്ററിനോടും ചോദിച്ചില്ല. കാരണം പീറ്റർ ഇടയ്ക്ക് പുള്ളിയുടെ കയ്യിലാ താക്കോല്. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ താക്കോല് കറക്കി കാണിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആരാധന നോക്കുമ്പോൾ പുള്ളി, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. യോഹന്നാനെ മാറോട് ചേർന്നിരിക്കുക. ചോദിച്ചില്ല. ചോദിച്ചവൻ ഇങ്ങനെയൊക്കെ കാണിക്കും. ഇപ്പം വേണ്ട. ഇവരെ എല്ലാം നന്നായിട്ട് എത്ര വട്ടം ഈ കുടുംബത്തിൽ വന്ന് താമസിക്കുകയും ചോറ് തിന്നുകയും ചെയ്ത ആൾക്കാരാ. അതൊക്കെ നന്നായിട്ട്. അതുകൊണ്ട് ഇവള് മിണ്ടിയില്ല. ഈ ശുശ്രൂഷകൾ ഇങ്ങനെ നടന്നപ്പോൾ ഇവള് സൂക്ഷിച്ചു വരുന്ന തൈലം, സ്വച്ഛജടമാംസി തൈലം കൊണ്ടുവന്ന് പൊട്ടിച്ച് യേശുവിന്റെ പാദത്തിൽ ഒഴിച്ചു. തലമുടി കൊണ്ട് തോർത്ത്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം.
അപ്പൊ യൂദ എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ അവനെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂദാ ഇസ്കറിയോത്യാവ് എങ്ങനുണ്ട്? പന്തിരുവരിലൊരുത്തനാം യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തനാം യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. യൂദ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തനാ യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. കഷ്ടം കഷ്ടം, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പാടാൻ നേരമില്ല, സമയം അതിക്രമിച്ചു. അപ്പോൾ ഇവനെ കാണിച്ചു കൊടുപ്പാനിരിക്കുന്ന യൂദാ പറയാ, യൂദാ എന്നാ പറഞ്ഞ, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ്, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്താ എന്ന് പറഞ്ഞു. ഇവളെന്നായി കാണിക്കുന്ന, ഇവള് ഇങ്ങനൊരു തൈല ശുശ്രൂഷ ചെയ്യുമ്പോ ഞങ്ങളോടൊന്ന് ചോദിക്കണ്ടേ? പീറ്റർ അച്ഛനോടൊന്ന് ചോദിക്കണ്ടായിരുന്നു. ഗുരു ചിലപ്പോ ഒന്നും മിണ്ടിയെന്ന് വരികയല്ല, ഗുരുവിന് ഇതൊക്കെ ഇഷ്ടമാ. സ്തോത്രം. ഇല്ല, എന്നോടൊന്ന് നല്ല പൊന്നു മോനാ ഇവനോട് ചോദിച്ച, അവനെ പറ്റി ആയിരിക്കുന്ന ഒന്നിവൻ കള്ളൻ, 2 പണസഞ്ചി അവന്റെ പക്കല്, 3 എന്ന് ഇവൻ അടിച്ചു മാറ്റി വിരിയുന്നു. ഇവനോട് ചോദിച്ചാ വല്ല ഗുണം വരുമോ? ഇവനോട് ചോദിച്ചാ ഒന്നിവൻ കള്ളൻ, 2 പണസഞ്ചി അവന്റെ പക്കല്, 3 എന്ന് ഇതിന്ന് അടിച്ചു മാറ്റുക. എടുത്തു വന്നെന്നാ ഡെയിലി. അവിടെ ഓഡിറ്റിംഗ് ഒന്നുമില്ലല്ലോ, കിട്ടുന്നത് ചെലവാക്കുക. നമുക്കല്ലേ കണക്കെല്ലാം നോക്കി അവസാനം ഞായറാഴ്ച രാവിലെ മാസത്തിന്റെ ആരംഭം തൂക്കിയിടും. തങ്കച്ചൻ തന്നിട്ടില്ല, തങ്കച്ചന് ഇതുപോലെ നാണം കെട്ട ഇടപാട്. ചിലടത്ത് വിളിച്ചും പോവും. എടാ, നീ പുങ്കച്ചന്റെ പേര് എഴുതണ്ട, തോമായുടെ പേര് എഴുതണ്ട, സകല എണ്ണോ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവം മടി തുറക്കും. ദൈവം തുറന്നാൽ ഒരുത്തനും അടക്കത്തില്ല. ദൈവം അടച്ചാൽ അവൻ ആരും തുറക്കത്തുമില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ തോളിലുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവം വഴി തുറക്കും. മറിയ ആരോടും ചോദിച്ചില്ല, ഞാൻ വിസ്തരിക്കുന്നില്ല, ചോദിച്ചില്ല. ഇവള് കൊണ്ട് പൊട്ടിച്ച് തൈലം കുടിച്ചു. സമയം തക്കത്തിൽ അവൾ ഉപയോഗിച്ചു. ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ പിന്നീട് നമ്മുടെ കർത്താവ് ശുശ്രൂഷകൾ ചെയ്ത് കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി നമുക്ക് വേണ്ടി മരിച്ചു. പങ്കപ്പാട് സഹിച്ച് മുൾക്കിരീടധാരിയായി, മുതക ഉടവജാല പോലെ നീളത്ത് കീറപ്പെട്ടവനായി, കർണം മൂടിക്കെട്ട് കന്നത്തടിയേറ്റവനായി, മുഖത്ത് രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, കാർക്കിച്ച് തുപ്പലേറ്റവനായി, പീഡകളും പങ്കപ്പാടുകളും ഒക്കെ സഹിച്ച് പടയാളികൾ ക്രൂരമായി ഉപദ്രവിച്ച് അവൻ ആക്ഷേപിച്ച് പരിഹസിച്ച് ദൈവത്തിന് മഹത്വം അവിടുന്ന് തിരുവെടുത്ത് മുന്നമേ നിർണയിച്ചെഴുതി വെച്ചിരിക്കുന്നത് പോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. അവൻ പല കോടതി മാറി വിസ്തരിച്ച് കുറ്റമൊന്നുമില്ലെങ്കിലും ഇവരുടെ ആരവോ ക്രോധോ നിമിത്തം യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ഒരു മരക്കഷണം എടുത്തുകൊണ്ട് യേശു അവൻ പീലാത്തോസിന്റെ കൽത്തളം മുതൽ വീണും വേച്ചും വരച്ചും കാൽവരിയുടെ കൊലവരത്തു ചെന്ന് 2 കള്ളന്മാരുടെ നടുവിൽ അവൻ ഇരുമ്പാനുകളിൽ ഏൽപ്പിക്കപ്പെട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി ജീവനെ തരികയാ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് കൂടിരുട്ടുണ്ടായി, കല്ലറകൾ തുറന്നു. അവൻ സ്തോത്രം ഭൂതലമിളകി, ഭൂമി ഇളകി, അവൻ ഭൂകമ്പമുണ്ടായി. ദൈവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് 2ആയിട്ട് ചിന്തി. അവൻ നമുക്കറിയാം, അവൻ സൂര്യൻ കരിമ്പടം പോലെ കരുത്തു. ഈ കോലാഹലമെല്ലാം നടക്കുമ്പോൾ യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. എന്തിന്? ഞാൻ നീയും രക്ഷപ്പെടാൻ, എനിക്ക് നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ, ഞാൻ നീയും അവൻ വിടുതൽ പ്രാപിക്കുവാൻ, എന്റെയും നിന്റെയും പാപം പരിഹരിക്കുവാൻ, എനിക്ക് നിനക്ക് മോക്ഷം പ്രാപിക്കുവാൻ യേശു നമുക്ക് വേണ്ടി ജീവനെ തന്നു.
മരിച്ചെന്ന് ഉറപ്പ് വരുത്തുവാൻ ആ വിലാപ്പുറത്ത് ഒരു പടയാളി കുത്തി, നമുക്കറിയാം രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. ദൈവത്തിന് മഹത്വം. ഒടുവിൽ രാത്രി വന്ന് നിക്കോദെമോസും അരിമത്തിയിലെ മന്ത്രി യോസേപ്പും കൂടെ പീലാത്തോസിന്റെ അനുവാദത്തോടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, യേശു കർത്താവിന്റെ തിരുശരീരം ആ ക്രൂശിൽ നിന്ന് ഇറക്കി 100 രാത്രി സുഗന്ധക്കൂട്ട് ഏകദേശമുള്ള നിർമ്മല ശീലയിൽ ഇത് പൊതിഞ്ഞ് ക്രമപ്പെടുത്തി. അരിമത്തിയാക്കാര യോസേപ്പിന്റെ തൊട്ടടുത്ത തോട്ടത്തിനകത്ത് ആരെയും വെക്കാത്ത കല്ലറ യെശയ്യാ പ്രവചനത്തിലെ പ്രവചനം നിവർത്തി എന്ന വണ്ണം അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആ വചനപ്രകാരം തോട്ടത്തിലെ കല്ലറയിൽ നമ്മുടെ കർത്താവിന്റെ തിരുശരീരം കൊണ്ട് അടക്കി. ആ ചതികൻ ജീവിച്ചിരിക്കുമ്പോൾ ഉയർക്കുമെന്ന് പറഞ്ഞെന്നുള്ള ആ കോളിളക്കത്തോട് അവര് പടയാളികളെ കാവലേർപ്പെടുത്തി കല്ലുമൊക്കെ ഉരുട്ടി വെച്ച് മുദ്രയും ഏൽപ്പിച്ചു. എല്ലാവരും പിരിഞ്ഞു പോയെങ്കിലും പടയാളികൾ കാവൽ നിൽക്കുക. എന്നാൽ സഹോദരിമാരൊക്കെ ദൂരത്ത് നിന്നത് കണ്ട സഹോദരിമാരാർ എന്റെ ഭാഷ പറഞ്ഞ ഉറങ്ങിയില്ല. അവര് അധികാലത്ത് നമുക്കറിയാം ഇരുട്ടുള്ളപ്പോൾ ഒരുക്കിയ വർഗമെടുത്തുകൊണ്ട് അവർ സഹോദരിമാരെല്ലാം കല്ലറയിലോട്ട് പോകുക. ആരൊക്കെയാ പോയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, വചനം പഠിക്കുമ്പോൾ മറ്റന്നക്കാര്യത്തിൽ മറിയുണ്ട്, മറ്റേ മറിയുണ്ട്, പിന്നെ ശലോമയുണ്ട്, യോഹന്നായുണ്ട്, ശൂശന്നയുണ്ട്, വേറെ ചില സ്ത്രീകളുമുണ്ട്. ഇവരെല്ലാം ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് കല്ലറയിലോട്ട് പോകുക. പോകുമ്പോ ചോദിക്കുക, കല്ലാരുരുട്ടി മാറ്റും. അയ്യോ, ഇത് പൂശാൻ പറ്റുമോ? ഇത് കൊണ്ട് തൃപ്പാനത്തിൽ അർപ്പിക്കാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? കല്ലാരുരുട്ടി മാറ്റും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മക്തൽ മേരിയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേ, ബെഥാന്യയിലെ മറിയ പോയില്ല. മറ്റേ മറിയയും മറ്റന്നെ മറിയയും യോഹന്നെ, ശൂശന്നെ, ശലോമ എല്ലാം പോയി. ബഥാനിയിലെ മറിയ കൂട്ടത്തിൽ കാണുന്നില്ല. കാരണം എന്നാ? അവൻ മരിക്കുന്നതിന് മുമ്പ് പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ മറിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അവള് സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വച്ഛതയുടെ മാംസത്തൈലം യേശുവിന്റെ തൃപ്പാരത്തിൽ ഒഴിച്ചു. തലമുടി കൊണ്ട് തോർത്തി. അവൻ തടസ്സമില്ലാതിരുന്ന സമയം അവക്കൊരു കാര്യം ഉറപ്പായിരുന്നു, യേശു ഈ വീട്ടിൽ വന്ന് ബൈബിൾ ക്ലാസ് എടുക്കുക, എന്റെ ഭാഷയാ, വചനം പഠിപ്പിക്കും, യേശുവിന്റെ പ്രസംഗം കാൽക്കലിരുന്ന് കേൾക്കുക. കൂടെ കൂടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, മനുഷ്യപുത്രൻ മരിക്കും, മനുഷ്യപുത്രനെ അടക്കും, മനുഷ്യപുത്രൻ ഉയർക്കും, മനുഷ്യപുത്രൻ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകും. ഇത് മുഴുവൻ മറിയ പഠിച്ചു, അത് വിശ്വസിച്ചു. മറിയ പോയിന്റ് മാത്രം കുറിച്ചെടുക്കുകയല്ല, എഴുതിയ പോയിന്റ് മുഴുവൻ വിശ്വസിച്ചു. നമ്മൾ പോയിന്റ് എല്ലാം കുറിച്ചെടുക്കുന്നുണ്ട്, പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ 18 പോയിന്റ് ഉണ്ട്. നീ ഒറ്റ പോയിന്റ് വിശ്വസിക്കുന്നു. രാവിലെ കിതാബ് കൊടുത്ത് കക്ഷത്ത് വെച്ച് 18 പോയിന്റുമായിട്ട് മറിയ ഒത്തിരി പോയിന്റ് ഒന്നും എടുത്തില്ലേലും എടുത്ത പോയിന്റ് എല്ലാം വിശ്വസിച്ചു. അവക്ക് മനസ്സിലായി, അല്പ ദിവസം കഴിഞ്ഞാൽ എൻ്റെ അരുമനാഥൻ ക്രൂശിക്കപ്പെടാൻ പോകുകയാണ്. എൻ്റെ അരുമനാഥനെ ക്രൂശിക്കും. അങ്ങനെ ക്രൂശിച്ച് ഇപ്പോഴത്തെ അന്തരീക്ഷം റോമൻ ഗവൺമെന്റാ, യഹൂദന്മാർ ഇളകി നിൽക്കുക. അങ്ങനെ ക്രൂശിച്ച് കല്ലറ വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ചെല്ലാനോ കാണാനോ തൈലം പൂശാനോ ചിലപ്പോൾ ഒത്തന്ന് വരിക. കാരണം നാളത്തെ ദിവസം എനിക്കുള്ളതല്ലല്ലോ. അതുകൊണ്ട് ഇപ്പത്തെ എൻ്റെ ഗുരു ഒക്കെ വന്നിരിക്കുക. തൈലവും പരക്കാത്തുണ്ട്, രക്ഷകനും വന്നിട്ടുണ്ട്. ഇനി ആരുടെ മൂപ്പ് ചോദിക്കാനാ? ഇന്ന് രാത്രി രക്ഷകൻ ഇവിടെ വന്നിട്ടുണ്ട്, യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിനക്ക് ഹൃദയവുമുണ്ട്, ദൈവം തരിക. നീ ആരുടെ മൂപ്പ് ചോദിക്കരുത്, ആരുടെ മൂപ്പ് ചോദിക്കണ്ട. കയ്യിലുള്ള തൈലം ഇന്ന് രാത്രി അവിടുത്തെ തൃപ്പാരത്തിലൊടിക്ക. ഓ കൃപ കൃപ. മറിയാരുടെ മൂപ്പ് ചോദിച്ചില്ല. അവക്ക് മനസ്സിലായി, നാളെ ഒരു പക്ഷേ ചെയ്യാനൊത്തൊന്നു വരികയല്ല. ഇപ്പം ഗുരുവന്റെ വീട്ടിൽ വന്നിരിക്കുക, ഞാൻ അടുത്ത് നിൽക്കുക, തൈലവും അകത്തിരിപ്പുണ്ട്. ഒട്ടും അമാന്തിച്ചില്ല, പൊട്ടിച്ച് പരണി പൊട്ടിച്ച് അവന്റെ പാറപിടത്തിലൊടിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദൈവത്തിന്റെ പൈതല് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇത് സുപ്രസാദകാലം, ഇത് രക്ഷാദിവസം. ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടുവാൻ ഏൽപ്പിക്ക. ഇന്ന് രാത്രി നീ
സ്നാനത്തിന് ഏൽപ്പിക്ക്. ഇന്ന് രാത്രി വേർപാട് പാലിക്കാൻ ഏൽപ്പിക്ക്. ഇന്ന് രാത്രി യേശുവിനെ സമർപ്പിക്ക്. യേശുവേ, ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുക. യേശുവേ, ഇന്ന് രാത്രി എന്റെ ഉള്ളത്തിൽ വരണം. യേശുവേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ഞാൻ സ്നാനപ്പെടുവാൻ സമർപ്പിക്കുന്നു. ഞാൻ അഭിഷേകം പ്രാപിക്കുവാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ, ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിക്കുക. ഓ ദിപിക്കമല്ലപ്പെട്ട എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. നല്ല അവസരം ദൈവം തരിക. നല്ല അവസരം ദൈവം തരിക. ഉഴപ്പരുത്, തട്ടിക്കളയരുത്, കൂവിക്കളയരുത്. ഇന്ന് രാത്രി സമർപ്പിക്കുക. ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നഫ്താലിയും സബലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ബദാനിയിലെ മറിയയും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നമുക്ക് നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. നാളെ എന്താകുമെന്ന് നമുക്കറിയത്തില്ല. നാളത്തെ ദിവസത്തെ പറ്റി അറിയത്തില്ല. നാളെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സമയം നമുക്കൊന്ന് സമർപ്പിക്കാം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈയടിച്ചൊന്ന് പാടിക്കേ. 2 ചരണം പാടിയാ മതി. സമയം ഒത്തിരി അതിക്രമിച്ചു. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിന്റെ ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുമോ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുമോ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുമോ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഒരു നിമിഷം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം. ആ കരങ്ങൾ ഉയർത്തി ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നും എന്നേക്കും വേർപിരിയാ. കരങ്ങൾ ഉയർത്തി ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഓ, ഇന്നും കരങ്ങൾ വീശി വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ ആർക്കും നമ്മളെല്ലാം. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ശാന്തമായിട്ട് ഇരിക്കാം. ഈ സെൻട്രൽ കൺവെൻഷന്റെ ഈ രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച സെൻട്രലിന് ചുമതല വഹിക്കുന്ന കർത്തദാസനും കർത്തദാസന്മാർക്കും ചുമതലപ്പെട്ടവർക്കും നന്ദി ചൊല്ലുന്നു. സമയം തക്കത്തിൽ ഉപയോഗിക്കാം. ദൈവം